Before that, and the voice audible, Ano? Am I audible to you, everyone? Okay, thank you. Thank you. So today we will start with our session that is divisibility condition of seven. അല്ലേ? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആയിരുന്നു. സോ ഐ തിങ്ക് ദ ഫസ്റ്റ് 1 hour ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദി നമ്പർ സിസ്റ്റം. കാരണം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് നമ്പർ സിസ്റ്റം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ വർഷവും കുറഞ്ഞതൊരു 5 to 6 questions എങ്കിലും അവർ ചോദിക്കുന്നുണ്ട്. ഐ മീൻ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓൾ ദ തിങ്സ് റിലേറ്റഡ് ടു നമ്പർ സിസ്റ്റം, റൈറ്റ്? അത് വാട്ട് എവർ ദി കീവേഡ്സ് ദാറ്റ് വി ആർ സ്റ്റഡിങ് ഇൻ നമ്പർ സിസ്റ്റം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്, റൈറ്റ്? ആൻഡ് ഡിവിസിബിലിറ്റി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ നമ്പർ സിസ്റ്റത്തിൽ തന്നെ. അതിൽ അരിത്തമാറ്റിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ ഡിവിസിബിലിറ്റി കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറേയധികം ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. സോ ഐ സെഡ് ദാറ്റ് 7 അതുപോലെ തന്നെ 11, ഓക്കെ, പിന്നെ 13 ഈ പറയുന്ന നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ്. അതും 13 ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, UPSC അങ്ങനെ ചോദിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് 13 കൂടെ പഠിക്കാം. ബിക്കോസ് നമ്മൾ 7 പഠിക്കുന്ന സ്ഥിതിക്ക് 13 നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. കാരണം 7ന്റെ അതേ രീതി തന്നെയാണ് 13 നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻസ് പഠിക്കാം. നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെ? അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും അറിയാം, അല്ലെ? അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഒരു നോർമൽ ഡിവിസിബിലിറ്റി കണ്ടീഷൻ മെത്തേഡാണ്. അതിനുശേഷം ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ടേക്ക് എ നമ്പർ 147, 147 എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്പറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഐഡന്റിഫൈ ദി നമ്പർ ഗിവൺ ഇൻ ദി യൂണിറ്റ് പ്ലേസ്. അപ്പോൾ 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു കുഞ്ഞ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഒരു 3 ഡിജിറ്റ് നമ്പർ, മാക്സിമം ഒരു 3 ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് വരെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ആര്യ വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ, അല്ലേ? ആര്യയുടെ മെസ്സേജ് ഞാൻ കാണുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരിക്കും 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഞാൻ പറഞ്ഞു 2 മെത്തേഡ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ യുക്തിപരമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ചില നമ്പേഴ്സ് കാണുമ്പോൾ നമുക്ക് ഓക്കെ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഓക്കെ, ചില നമ്പേഴ്സ് കാണുമ്പോൾ അല്ല ഫസ്റ്റ് മെത്തേഡ് പറ്റൂല, സെക്കൻഡ് മെത്തേഡ് ഈസ് ഓക്കെ, റൈറ്റ്? അപ്പോൾ ഇത് നോർമലി ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ ഒക്കെ മാക്സിമം എനിക്ക് ഫസ്റ്റ് മെത്തേഡ് വെച്ച് യൂസ് ചെയ്യാം. പക്ഷെ അതിനുശേഷം എനിക്ക് ഈ പറയുന്ന പോലെ സെക്കൻഡ് മെത്തേഡ് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. കാരണം മിസ്സിംഗ് ടേംസ് ഒക്കെ കണ്ടെത്താൻ സമയത്ത്, അതായത് മിസ്സിംഗ് നമ്പർ ഒക്കെ കണ്ടെത്തുന്ന സമയത്ത് സെക്കൻഡ് മെത്തേഡാണ് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് മെത്തേഡ് പഠിക്കാം. അതിനുവേണ്ടി 147 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ എടുത്തു. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു ഐഡന്റിഫൈ ദി നമ്പർ ഇൻ ദി യൂണിറ്റ് പ്ലേസ്. അപ്പോൾ 7 ആണ് യൂണിറ്റ് പ്ലേസിലുള്ളത്. ആ യൂണിറ്റ് പ്ലേസിലെ നമ്പർ നിങ്ങൾ എടുത്തെഴുതിയതിനു ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വെൻ യു മൾട്ടിപ്ലൈ വിത്ത് 2, 7 2 ടൈംസ് എത്ര വരുന്നത്? 14, അല്ലെ? 14 ആണ് നിങ്ങൾക്ക് വരുന്നത്. എന്നിട്ട് ഈ 14 എന്ന് പറയുന്ന ആളിനെ റിമൈനിങ് ഡിജിറ്റ്സ്, അപ്പൊ റിമൈനിങ് ഏതാ ഡിജിറ്റ് ഉള്ളത്? 14 അല്ലേ? ആ 14ൽ നിന്ന് ഈ യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഒന്നേ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടുകയാണെങ്കിൽ, 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അതായത് 147 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ ആദ്യം എടുത്തത്. സോ 147ന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു മൾട്ടിപ്ലൈ വിത്ത് 2. ഓക്കെ, യൂണിറ്റ് പ്ലേസിലെ ഏത് നമ്പർ ആയിക്കോട്ടെ, യു മൾട്ടിപ്ലൈ വിത്ത് 2, യു വിൽ ഗെറ്റ് എ നമ്പർ ആൻഡ് യു നീഡ് ടു സബ്ട്രാക്ട് ദാറ്റ് വാല്യൂ. ഈ വാല്യൂ എന്ത് ചെയ്യണം? റിമൈനിങ് നമ്പർ ഏതാണോ, അതായത് റിമൈനിങ് ഡിജിറ്റ്സ്, അതായത് 14 അല്ലേ റിമൈനിങ് ഡിജിറ്റ്, അതിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഏതോ യു നീഡ് ടു ഗെറ്റ് 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 7. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു നമ്പർ കൂടെ ചെക്ക് ചെയ്യാം. ഉദാഹരണത്തിന് 406, 406. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ ആരാ വരുന്നത്? 6 ആണ്, അല്ലെ? എന്നിട്ട് 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വെൻ യു മൾട്ടിപ്ലൈ 6 with 2, യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 12. 12 കിട്ടുന്നു, അല്ലെ?
എന്നിട്ട് എന്ത് ചെയ്യണം? റിമൈനിങ് നമ്പേഴ്സിൽ നിന്ന്, അതായത് റിമൈനിങ് ആരാണ്? 40യിൽ നിന്ന് ഈ പറയുന്ന പോലെ 12 നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക. 40യിൽ നിന്ന് 12 റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? 40യിൽ നിന്ന് 12 റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ആസ് 28, റൈറ്റ്? 28 + 12 അല്ലേ 40 വരുന്നത്, അല്ലേ? സോ 28 കിട്ടി. ആൻഡ് നമ്മൾക്ക് എന്താ വേണ്ടുന്നത്? ഒന്നേ ഈ പറയുന്ന പോലെ 0 കിട്ടണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടണം. ഒന്നേ 0 കിട്ടണം, അല്ലെങ്കിൽ എന്ത് കിട്ടണം? മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആ നമ്പർ 7 ഡിവിസിബിൾ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 28 ആണ്. 28 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 7ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെ? 7 4 times it is 28. So I can say that 406 is divisible by 7. ഇനി ഒരു 4 ഡിജിറ്റ് നമ്പറും കൂടെ നോക്കാം, അതായത് 3115. ഇവിടം തൊട്ട് ഈ ഒരു മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് എന്തുകൊണ്ടാണ് 4 നമ്പേഴ്സ് അല്ലെങ്കിൽ 4ൽ കൂടുതൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടെന്നുള്ളത് ഇവിടം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 3115 7 ഡിവിസിബിൾ ആണോ നോക്കാൻ. അപ്പോൾ നോർമലി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി 7 റിമൈൻഡർ 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണെന്നറിയാം. പക്ഷെ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഐഡന്റിഫൈ ചെയ്യുക. 5 ആണ് യൂണിറ്റ് പ്ലേസിൽ. ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി നമ്പർ ആസ് 10. എന്നിട്ട് റിമൈനിങ് വാല്യൂ, റിമൈനിങ് എത്ര വരുന്നത്? 311. 311ൽ നിന്ന് 10 റെഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ട് വാല്യൂ യു വിൽ ബി ഗെറ്റിംഗ്? 311ൽ നിന്ന് 10 റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 301, അല്ലെ? 301 കിട്ടും. പക്ഷെ നമുക്കറിയില്ല 301 7 ഡിവിസിബിൾ ആണോ എന്നുള്ളത്, അല്ലെ? 301 7 ഡിവിസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പൊ ഡിവൈഡ് ചെയ്ത് നോക്കാനാണെങ്കിൽ നമുക്ക് 3115 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കൂടെ, അല്ലെ? പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആദ്യമേ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതായത് ഈ 301നെ ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതായത് 301 എന്ന് പറയുന്ന നമ്പറിലാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ 301 ഒന്നും കൂടെ എടുത്ത് എഴുതുക. എന്നിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ, അതായത് നമ്മൾ ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ 301ലും ചെയ്യുക. അപ്പോൾ 301ന്റെ യൂണിറ്റ് പ്ലേസിലാണ് വരുന്നത് 1, അല്ലെ? അപ്പോ 1 × 2, അല്ലെ? 1 × 2 എഴുതാം, അല്ലെ? യൂണിറ്റ് പ്ലേസിൽ 1 ആണ്. സോ 1 × 2 ഇറ്റ് വിൽ ബി 2. എന്നിട്ട് റിമൈനിങ് വാല്യൂ എത്ര വരുന്നത്? 30. അപ്പൊ 30യിൽ നിന്ന് 2 റെഡ്യൂസ് ചെയ്യുമ്പോൾ 30 - 2 ഇറ്റ് ഇസ് 28. 28 കണ്ടോ? 28 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ വി ഐഡന്റിഫൈഡ് ദാറ്റ് 3115 is divisible by 7. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പർ വന്ന സമയത്ത് നമുക്ക് പിന്നെയും ഈ പറയുന്ന പോലെ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ, 15,645 എന്ന് പറഞ്ഞൊരു നമ്പർ, ഇങ്ങനെ ഒരു നമ്പർ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസ് ഐഡന്റിഫൈ ചെയ്യണം. സോ യൂണിറ്റ് പ്ലേസിലെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. എന്നിട്ട് റിമൈനിങ് വാല്യൂസ് ദാറ്റ് ഈസ് 1564, അതിൽ നിന്ന് നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്യണം? 10 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1554 കിട്ടുന്നു, അല്ലെ? എന്നിട്ട് നമുക്കറിയില്ല 1554 ഈ പറയുന്ന പോലെ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതേ പ്രോഗ്രാം തന്നെ ഈ 1554ൽ നമ്മൾ ചെയ്യണം. അപ്പോൾ 1554 എടുത്ത് എഴുതിയിട്ട് അതിൽ യൂണിറ്റ് പ്ലേസിൽ ആളെ കണ്ടെത്തുക, ദാറ്റ് ഈസ് 4. അപ്പൊ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 8. എന്നിട്ട് നമ്മൾ 155ൽ നിന്ന് 8 റെഡ്യൂസ് ചെയ്യണം. സോ യു വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ആസ് 147. അപ്പോൾ 147 ഈ പറയുന്ന പോലെ നമുക്കറിയില്ല 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത്, അല്ലെ? ഓക്കെ, ഈ പറയുന്ന പോലെ 7ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഫൈൻ. പക്ഷെ അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒന്നും കൂടെ ചെയ്യണം. അതായത് യൂണിറ്റ് പ്ലേസിൽ 7നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 14 കിട്ടും. എന്നിട്ട് റിമൈനിങ് വാല്യൂ, അല്ലെ? റിമൈനിങ് ആരാ വരുന്നത്? 14 ആണ്. അപ്പൊ 14ൽ നിന്ന് നമ്മൾ 14 തന്നെ കുറയ്ക്കുകയാണ്, അല്ലെ? 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. സോ വി ഐഡന്റിഫൈ ദാറ്റ് 15,645 is divisible by 7. മൊത്തവും എത്ര സ്റ്റെപ്പ് ചെയ്തു? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെ? അപ്പോ ഒരു 4 ഡിജിറ്റ് നമ്പർ വന്നപ്പോൾ 2 സ്റ്റെപ്പ്, 5 ഡിജിറ്റ് വന്നപ്പോൾ 3 സ്റ്റെപ്പ്, 6 ഡിജിറ്റ് വന്നപ്പോൾ 4 സ്റ്റെപ്പ്. നമ്മുടെ UPSC ചോദിച്ച ചോദ്യം ഏതാന്നുള്ളത് നിങ്ങൾക്കറിയാമോ? UPSC ചോദിച്ചത് വേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദി ഡിജിറ്റ് P. അതായത് P എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദി ഗിവൺ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ കാണുക, 3798125 P369.
ഒന്ന് നോക്കിക്കേ, 3798125P369. ഇത്രയും വലിയ ഒരു നമ്പറിന്റെ ഈ പിയുടെ വാല്യൂ കണ്ടെത്തുക. ആൻഡ് UPSC സെയിങ് ദാറ്റ് ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, ഇത് 7ഉമായിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ നിങ്ങൾ പിയുടെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നോർമൽ മെത്തേഡ് വെച്ചാണെങ്കിൽ ഇത് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, നമ്മളിപ്പോ അതായത് ഇപ്പോ പഠിച്ച മെത്തേഡ് വെച്ച്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിന് മറ്റൊരു മെത്തേഡ് ഉണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ നമ്പറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഒരു സിമ്പിൾ നമ്പർ എടുക്കുക, 6272. എന്തായാലും ഒരു 4 ഡിജിറ്റ് നമ്പർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 ഡിജിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് മെത്തേഡ് ഉപകരിക്കും. പക്ഷെ ഒരു 4 ഡിജിറ്റ് നമ്പർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 6272 ഞാൻ കുറച്ചും കൂടെ വലുതാക്കി എടുക്കും. ഇതില് ഈ പ്ലേസസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6272. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന്, എവിടെ നിന്ന്, റൈറ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസിന്റെ സൈഡിൽ നിന്ന്, യൂണിറ്റ് പ്ലേസിന്റെ സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്പറിനെ ഗ്രൂപ്പ് ചെയ്യുക. അതായത് 6272 ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് എന്ന് പറയുന്ന സമയത്ത് വേണ്ടേ 272 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്, 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്. എന്താണ്, 272 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ്, 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ്. സോ ഐ എം റൈറ്റിംഗ് ലൈക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് ദിസ് ബിക്കം ദി സെക്കൻഡ് ഗ്രൂപ്പ്. എന്നിട്ട് ഈ ഓരോ ഗ്രൂപ്പിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അറിയാം, ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോ നിങ്ങൾക്കൊരു സംശയം വരും, 272നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാനാണെങ്കിൽ ഈ ഒരു വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്തൂടെ അല്ലെ, 6272നെ തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെക്ക് ചെയ്തൂടെ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ കിട്ടും. പക്ഷെ വേണ്ടേ, ഇങ്ങനെയുള്ള വലിയ നമ്പേഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞു നമ്പർ യൂസ് ചെയ്ത് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് വലിയ വലിയ നമ്പേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 272. 272നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ 7 3 times it is 21. സോ റിമൈൻഡർ ഇറ്റ് is 6. എന്നിട്ട് 2 താഴേക്ക് എഴുതി. 7 എത്ര ടൈംസ് ആണ്, 7 8 times it is 56. സോ റിമൈൻഡർ 6 കിട്ടി. അപ്പൊ ഫസ്റ്റ് നമ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ എത്ര കിട്ടി, 6 കിട്ടി. ഓക്കെ, ഇനി അതിനുശേഷം ഈ പറയുന്ന പോലെ സെക്കൻഡ് ഗ്രൂപ്പിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 6 മാത്രമേ ഉള്ളൂ. അപ്പൊ 6നെ നമുക്കറിയാം 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് തന്നെയായിരിക്കും, റിമൈൻഡർ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, എക്സ് ബൈ വൈ. എക്സിനെ നമ്മൾ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് വൈയേക്കാളും വളരെ ചെറുതാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് എക്സ് വിൽ ബിക്കംസ് ദി റിമൈൻഡർ അല്ലെ. അപ്പൊ ഇവിടെ 6നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് തന്നെ വരും, 6 തന്നെ വരും. ഇത്രയും നിങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം എഗെയിൻ റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ +6, ഇവിടെ -6 അല്ലെ. എന്നിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റിമൈൻഡേഴ്സ്, ഓക്കെ, ഈ +6 -6 കിട്ടി. എന്നിട്ട് ഈ റിമൈൻഡേഴ്സിനെ ആഡ് ചെയ്യുക. ഈ റിമൈൻഡേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഒന്നേ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടുകയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് 6272 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 7. ഒന്നേ 0 കിട്ടണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടണം. Then I can say that the given number is divisible by 7. Okay, അങ്ങനെയാണെങ്കിൽ given number is divisible by 7. വളരെ ഈസി മെത്തേഡ് ആണ്, ഒരു പ്രശ്നവുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെത്താനും പറ്റും. ഓക്കെ, ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 6 ഡിജിറ്റ് നമ്പർ ചെയ്ത് നോക്കിയാലോ. 626,934. 6,26,934. ഇത് 7ഉമായിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ നമ്പർ അങ്ങോട്ട് എടുത്തെഴുതുക, 626,934. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് 3 നമ്പേഴ്സ് വീതം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇറ്റ് ഇസ് 934 ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഇറ്റ് ഇസ് 626 അല്ലെ. 934 ആൻഡ് 626. അപ്പൊ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്.
എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം നമുക്ക് 934നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെറുതെ ഡിവൈഡ് ചെയ്താൽ പോരാ, അതിന്റെ റിമൈൻഡർ നിങ്ങൾ കണ്ടെത്തണം, അല്ലെ? അപ്പൊ 7 1 ടൈംസ് ഇറ്റ് ഇസ് 7. സോ റിമൈൻഡർ എത്ര വരും? 2. 3 താഴേക്ക് എഴുതി. 7 3 ടൈംസ് ഇറ്റ് ഇസ് 21. റിമൈൻഡർ 2. 4 താഴേക്ക് എഴുതി. 7 again 3 ടൈംസ് ഇറ്റ് ഇസ് 21. സോ റിമൈൻഡർ എത്ര വന്നു? 3 വന്നു. അപ്പോൾ ഇതിന്റെ താഴെ 3 എഴുതുക. Then comes 626. അപ്പോൾ 626നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ 626നെ ഈ പറയുന്ന പോലെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ കിട്ടുന്നത്? 7 8 ടൈംസ് ഇറ്റ് ഇസ് 56. അപ്പോൾ 62ൽ നിന്ന് 56 കുറയ്ക്കുമ്പോൾ റിമൈൻഡർ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 6. 6 താഴേക്ക് എഴുതുക. നമുക്കറിയാം 7 9 ടൈംസ് ഇറ്റ് ഇസ് 63. സോ റിമൈൻഡർ എത്ര വന്നു? 3 വന്നു. കണ്ടോ? അപ്പോൾ ഇവിടെയും റിമൈൻഡർ 3 വന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് സൈൻ. സോ ഇറ്റ് ബിക്കംസ് +3. ഹിയർ ഇറ്റ് ബിക്കംസ് -3. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിമൈൻഡേഴ്സിനെ സൈൻ ഉൾപ്പെടെ ആഡ് ചെയ്യുക. സോ -3 ++3 എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ 1 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടണം. അങ്ങനെയാണെങ്കിൽ the given number is divisible by 7. So we identified that 6,26,934 എന്ന് പറയുന്ന ഈ നമ്പർ ഇറ്റ് ഇസ് divisible by 7. ഓക്കെ, 7 ഡിവിസിബിൾ ആണ്. ഇനി നമുക്കൊരു 7 ഡിജിറ്റ് നമ്പർ നോക്കിയാലോ? 7 ഡിജിറ്റ് നമ്പർ നോക്കാം. അതായത് 5579,588. ഓക്കെ, 55 lakh അല്ലെ? 1s 10s 100,000 10,000 lakh 10 lakh. യെസ്, 55,79,588. ഈ ഒരു നമ്പർ 7 ഡിവിസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നിങ്ങളിത് തന്നെ ചെയ്ത് നോക്കിക്കേ. എനിക്കറിയാം നമ്മൾ മുന്നേ ചെയ്ത പോലെയല്ല, ഇതൊരു പുതിയ ഒരു 7 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ? പക്ഷെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്ത് അറിയാമല്ലോ മെത്തേഡ് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഒന്ന് തന്നെ ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് നമ്പർ ഡിവിസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. സോറി, മെസ്സേജ് ബോക്സിൽ അല്ലേ? നോക്കിക്കേ. സോ ആദ്യം ഗ്രൂപ്പ് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. 588 579 5 ഒറ്റയ്ക്കായി അല്ലെ? ഇങ്ങനെ 5. അപ്പോ this becomes the first, this becomes the second group, and here it becomes the third group. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ 588നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 588നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുന്നത് നോക്കുക. 588 divided by 7. 7 times it is 49. 7 8 times it is 56. 58 അല്ലെ? 7 8 times it is 56. സോ 8ൽ നിന്ന് 6 പോകുമ്പോൾ 2 8 താഴേക്ക് 7 4 times it is 28. സോ ഈ കേസിൽ റിമൈൻഡർ 0 കിട്ടും. Then comes 579. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 579നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ 579നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 times it is 49. 7 8 times it is 56 അല്ലെ? 1 താഴേക്ക് എഴുതി. 9 അല്ലെ? 7 2 times it is 14. 7 2 times it is 14. 7 3 times 21 എന്ന് പറയുന്നത് 90നേക്കാൾ മുകളിൽ പോകും അല്ലെ? അപ്പോ 14 + 5 ആണ് 90 വരുന്നത്. സോ റിമൈൻഡർ ഇറ്റ് ഈസ് 5 താഴേക്ക് എഴുതി. ഇനി 5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എഴുതാണ്. റിമൈൻഡർ എത്രയാ? 5 തന്നെ വരും അല്ലെ? ഇനി എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. സീറോയ്ക്ക് പ്ലസ് ആയാലും മൈനസ് ആയാലും 0 0 തന്നെയാണ്. പക്ഷെ സൈൻ കൊടുക്കുന്നത് മാറ്റാതിരിക്കുക. സോ +0 -5 +5. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ സൈൻ ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്യണം അല്ലെ? സോ +5 -5 +0 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ റിസൾട്ടന്റ് കിട്ടുന്നത്? 0 ആണ് അല്ലെ? 1 0 കിട്ടണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടണം. സോ വി ഐഡന്റിഫൈഡ് ദാറ്റ് the given number is divisible by 7. കണ്ടോ? വളരെ ഈസി മെത്തേഡ് അല്ലേ? ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പരീക്ഷയ്ക്ക് ആ മിസ്സിംഗ് നമ്പർ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആ മിസ്സിംഗ് നമ്പർ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ മിസ്സിംഗ് നമ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്താൻ പോകുന്നത്? ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോ then നമുക്ക് ആ മിസ്സിംഗ് നമ്പർ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ ചെറിയ നമ്പറിൽ നിന്ന് തുടങ്ങിയതിന് ശേഷം നമ്മുടെ UPSC ചോദ്യമായ വേണ്ട ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ആദ്യം ആ ചെറിയ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11P
530. Okay, find the possible value of P. Find the possible value of P. Possible value of P from the options given below. From the options given below. Options given below. പിയുടെ പോസിബിൾ വാല്യൂസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ A3, ഓപ്ഷൻ B2, ഓപ്ഷൻ C0, ഓപ്ഷൻ D1. അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കെങ്കിലും ഇപ്പൊ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യും. സോ ദ നമ്പർ ഇസ് 11P530 അല്ലെ? നമ്മുടെ നമ്പർ എന്താണ്? 11P530. അപ്പോൾ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. സോ 530 becomes 530 ആണ് ഇത് കേട്ടോ. 530 becomes the first group and 11P becomes the second group. അപ്പൊ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് 530നെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 530നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7 times it is 49 അല്ലെ? 49 plus 1 it is 50, 50 plus 2 it is 53. So റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ എത്രയാണ്? 4 അല്ലെ? സോ എന്നിട്ട് 0 again. 7 5 times it is 35, 7 6 times 42 വരും. 7 5 times it is 35. സോ റിമൈൻഡർ 5 വന്നു. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ റിമൈൻഡർ എത്ര വന്നു? 5 വന്നു. ഇനി അടുത്ത ഗ്രൂപ്പിൽ നമുക്ക് പി അറിഞ്ഞൂടാ. അപ്പൊ പി അറിയാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് അവിടെ എന്താണ് റിമൈൻഡർ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. അതായത് നോക്കിക്കോ, സെക്കൻഡ് ഗ്രൂപ്പിൽ നമുക്കറിയില്ല അല്ലേ? 11P എന്നാണ് നമ്പർ കിടക്കുന്നത്. അപ്പോൾ പിയുടെ വാല്യൂ എന്താ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ? അവിടെ റിമൈൻഡർ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സോ ഐ പുട്ട് ഇറ്റ് ആസ് എക്സ് അല്ലെ? എന്നിട്ട് ഓൾട്ടർനേറ്റീവ് പ്ലസ് സൈൻ കൊടുത്തു, മൈനസ് സൈൻ കൊടുത്തു അല്ലെ? ഫസ്റ്റ് ഗ്രൂപ്പിന് പ്ലസ്, ദെൻ മൈനസ്. സോ മൈനസ് എക്സ് പ്ലസ് 5. ഇത് 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 വരണം അല്ലെ? മൾട്ടിപ്പിൾ ഓഫ് 7 വരണം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ +5 വന്ന സ്ഥിതിക്ക് ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരണം? എക്സിന്റെ സ്ഥാനത്ത് അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ റിസൾട്ടന്റ് എന്തായിരിക്കണം? 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 ആവണം അല്ലെ? എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 7 വരാൻ ഒരു വകുപ്പില്ല, കാരണം ഇവിടെ -x എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ +5 മൈനസ് എക്സ് എന്ന് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും റിസൾട്ടന്റ് 0 ആവാനാണ് സാധ്യത. സോ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരണം? 5 വരണം. അതായത് -5 ആയിരിക്കണം അല്ലെ? എക്സ് എന്ന് പറയുന്നത് -x എന്നുള്ളത് -5 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് 0 ആവും. അപ്പോൾ ഈ റിമൈൻഡർ, അതായത് ഈ എക്സ് എന്ന് പറയുന്ന ആള് 5 ആകണമെങ്കിൽ നിങ്ങളുടെ ഈ ഓപ്ഷനിൽ നിന്ന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സംഭവം ഒക്കെ വേണ്ടേ? ആദ്യം നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ അല്ലെ, ഫസ്റ്റ് ഓപ്ഷൻ 3 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് 113 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ റിമൈൻഡർ 5 കിട്ടുകയാണെങ്കിൽ ഓക്കെ. അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റാം? നമുക്ക് അടുത്ത നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേണ്ടതാണ് അല്ലെ? അപ്പോ 7 1 times it is 7, 8 9 10 11 4 അല്ലെ? റിമൈൻഡർ 4, 3 താഴേക്ക് എഴുതി. 7 6 times it is 42, റിമൈൻഡർ 1 അല്ലേ വരുന്നത്? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 5 ആണ് വരേണ്ടത്. ഇവിടെ റിമൈൻഡർ 1 വന്നു പോയി, അപ്പോൾ 3 അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 112 അല്ലെ? പിക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 112 ഡിവൈഡഡ് ബൈ 7. 7 1 times it is 7, ബാക്കി 4 വന്നു, 2 താഴേക്ക് എഴുതി അല്ലെ? അപ്പോ എന്ത് വരുന്നു? 7 5 11 യെസ് 11 7 5 times it is 35, 7 6 times it is 42. അപ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലായി ഓപ്ഷൻ ബി യു അല്ല. വാട്ട് അബൌട്ട് ഓപ്ഷൻ സി? 110 by 7 അല്ലെ? 7 1 times it is 7, റിമൈൻഡർ അതുപോലെ താഴേക്ക് എഴുതി. 7 5 times it is 35, സോ റിമൈൻഡർ 5 കിട്ടി. കണ്ടോ? റിമൈൻഡർ 5 കിട്ടി. അതായത് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 5 കൊടുക്കാം. അപ്പോൾ -5 + 5 നമുക്ക് 0 കിട്ടും. So we know that the value of P is 0. Option C will be the answer. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പിയുടെ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് കമന്റ് ചെയ്യുമോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം.
ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് പി. പിയുടെ വാല്യൂ നിങ്ങൾ കണ്ടെത്തണം. സോ ദി ക്വസ്റ്റ്യൻ ഇസ് 627 P3. 627 P3. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇറ്റ് ഇസ് 0, ഓപ്ഷൻ ബി ഇറ്റ് ഇസ് 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. അപ്പോൾ പിയുടെ സ്ഥാനത്ത് ഏത് നമ്പറാണ് വരുന്നത്? ഇഫ് ദ ഗിവൺ നമ്പർ is divisible by 7. is divisible by 7. നിങ്ങൾ തന്നെ ചെയ്തേ. ഒരു 2 minutes തരാം, അതിനെ വെച്ച് തന്നെ സോൾവ് ചെയ്യണം കേട്ടോ. അഖില ഓപ്ഷൻ ഓക്കെ. അഖില ആൻസർ 1. ഓക്കെ, ഓപ്ഷൻ ബി. യെസ് 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 യെസ്. ഓക്കെ, യെസ് യെസ് യെസ്, കറക്റ്റ് കറക്റ്റ്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി 1 ആണ് ഉത്തരം വരുന്നത്. നൈസ് നൈസ്, ഗുഡ്. അപ്പോൾ ഇതെങ്ങനെയാ ചെക്ക് നമ്മൾ പിയുടെ വാല്യൂ കണ്ടെത്തുന്നത്? സോ 627 P3 എന്ന് നമ്മൾ എഴുതുക. റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് 7P3 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു റിമൈൻഡർ കണ്ടെത്താൻ നിർവാഹമില്ല. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. അവിടുത്തെ റിമൈൻഡർ എക്സ് ആന്നിരിക്കട്ടെ. ദെൻ 62 അല്ലെ, അടുത്ത ഗ്രൂപ്പ് 62 ആണ്. അപ്പൊ 62നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7 8 ടൈംസ് ഇറ്റ് ഇസ് 56 അല്ലെ. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 6 വരും. സോ ഇവിടെ 6 വരും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. സോ പ്ലസ് എക്സ് മൈനസ് 6. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വരണം? 6 വരണം. സോ വിച്ച് ഓപ്ഷൻ യു വുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്? ഓപ്ഷൻ ബി, അതായത് പിയുടെ സ്ഥാനത്ത് 1 വരുമ്പോഴാണ് 6 വരുന്നത് അല്ലെ. 713 ഡിവൈഡഡ് ബൈ 7. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 713. 7 1 ടൈംസ് ഇറ്റ് ഇസ് 7 0. Then 7 എത്ര ടൈംസ് ആണ് 13 വരുന്നത്? 13. 7 1 ടൈംസ് ഇറ്റ് ഇസ് അഗെയിൻ 7. സോ റിമൈൻഡർ 6 വരുന്നുണ്ട്. യെസ്. സോ ഓപ്ഷൻ, അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 6 വരണമെങ്കിൽ പി ഷുഡ് ബി 1. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. കറക്റ്റ്, വെരി ഈസി റൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ UPSC ചോദ്യം ചെയ്യാം. വേണ്ടേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ താഴേക്ക് എടുത്തെഴുതാം. സോ ഫൈൻഡ് ദി വാല്യൂ ഓഫ് find the digit p if the given number, if the given natural number 379 8125 P369. നോക്കി എഴുതുക, നമ്പർ ഒന്നും തെറ്റിപ്പോകരുത്. 379 8125 P369 is divisible by 7. is divisible by 7. ഓപ്ഷൻസ് ഉണ്ട്. A1, B6, C7, D9. ഏതാണ് ആൻസർ നോക്കിക്കേ, ഒന്ന് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ.
ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ കൂടെ എന്തായാലും ചെയ്യാം, കാരണം ആകെ 2 hours അല്ലേ ഉള്ളൂ അല്ലേ. ടൈം കൺസ്ട്രെയിൻ ഒരു പ്രോബ്ലം തന്നെയാണ്. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. സോ നമ്പർ ഇതാണ് 379 P369. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3 ഡിജിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യണം. സോ 369, then 25P അല്ലെ, അടുത്ത ഗ്രൂപ്പ് എന്താണ്? 25P, then comes 981 and finally 37, right, 37. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം 369 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 5 times it is 35, so remainder 1. then 9 താഴേക്ക് എഴുതി. 7 2 times it is 14, so ഇവിടെ 5 കിട്ടി അല്ലെ. റിമൈൻഡർ 5 കിട്ടി. ആ 5 ആ ഗ്രൂപ്പിന് താഴേക്ക് എഴുതുക. 25P, അപ്പോൾ അവിടെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടെത്താൻ കഴിയില്ല ബിക്കോസ് ഓഫ് ദി മിസ്സിംഗ് നമ്പർ. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. റിമൈൻഡർ എക്സ് ആന്നിരിക്കട്ടെ. നൗ 981. അപ്പൊ 981 നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 7 1 times it is 7, then remainder 2. 8 താഴേക്ക് എഴുതി. 7 4 times it is 28, 0 1 താഴേക്ക് എഴുതി. again 7 0 times it is 0, so remainder 1. അപ്പോൾ അവിടെ റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. then 37 നമുക്കറിയാം. 37 divided by 7 നമുക്കറിയാം. 7 5 times it is 35, so 35 plus 2, so remainder 2 വരും. അങ്ങനെ റിമൈൻഡേഴ്സ് നമ്മൾ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുക. സോ +5 -x +1 -2. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം, ഇൻക്ലൂഡിംഗ് ദി സൈൻ, റൈറ്റ്. സോ -2 +1 +-x ++5 അല്ലെ. ഇവയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇന്റീജേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യാം അല്ലെ. സോ 5 + 1 it is 6, 6 - 2 it becomes 4. so 4 - x എന്ന് നമുക്ക് വരും അല്ലെ. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരണം? 4 വരണം. അപ്പോൾ അതിന് നമ്മൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഓപ്ഷൻസിൽ നിന്ന്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 251 അല്ലെ. പിയുടെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 251 divided by 7. നമുക്കറിയാം 7 3 times it is 21. ഓപ്ഷൻ ശ്രീലക്ഷ്മി 7 ആണോ കിട്ടിയത്? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. 7 3 times it is 21, so 5 നിന്ന് 1 പോകുമ്പോൾ 4. 7 5 times it is 35. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്താ വരുന്നത്? ഇവിടെ 6 ആണ് വരുന്നത് അല്ലെ. അപ്പോൾ 6 വന്നാൽ ശരിയാവോ? ഇല്ല. വാട്ട് അബൌട്ട് ഇനി ഓപ്ഷൻ ബി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 256. പിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 256നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ്. 7 3 times it is 21, remainder 4, and 7 5 times it is 35. 7 6 times it is 42. ഇവിടെ റിമൈൻഡർ 4 കിട്ടും. ശ്രീലക്ഷ്മി ഇപ്പോ ഓക്കെ ആയോ? എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലായോ? ഓപ്ഷൻ ബി 6 ആണ് വരുന്നത്. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 25 പിക്ക് പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന പോലെ എക്സിന്റെ സ്ഥാനത്ത് 4 കിട്ടുന്നത് അല്ലെ. ആൻഡ് ദാറ്റ് മീൻസ് പിയുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? ഓപ്ഷൻ ബി 6 ആണ് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി 6 ആണ് വരേണ്ടത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. നിങ്ങളത് വീട്ടിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കുറച്ച്, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഈ 7 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്ക്. ഞാൻ ചോദ്യം തരാം. സൈൻ, ഓക്കെ, സൈൻ എങ്ങനെയാ ഇടുന്നത് നോക്കിക്കേ. റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് നമ്മൾ ആദ്യം റിമൈൻഡേഴ്സ് എഴുതിയില്ലേ. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒന്നുകൂടെ ആദ്യം ഈ സൈൻ അല്ല ഞാനൊന്ന് മായ്ക്കും. സൈൻ എങ്ങനെയാ നമ്മൾ ഇടുന്നത്? നമ്മൾ ആദ്യം റിമൈൻഡേഴ്സ് എഴുതുക. റിമൈൻഡേഴ്സ് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന്, എവിടെ നിന്ന്? റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കണം. അതായത് റിമൈൻഡേഴ്സിനാണ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കുന്നത്. റിമൈൻഡേഴ്സിന് റൈറ്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് സൈൻ കൊടുക്കണം. അപ്പൊ 369 ആണ് ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ. അയാൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ നമുക്ക് 5 കിട്ടി. സോ അവിടെ നിന്ന് ഓൾട്ടർനേറ്റീവ് പ്ലസ്, ആദ്യം പ്ലസ് പിന്നെ മൈനസ്, പിന്നെ പ്ലസ് പിന്നെ മൈനസ്, അങ്ങനെ കൊടുക്കുക. സോ +5, അത് കഴിഞ്ഞ് എക്സിന് നമ്മൾ -x, then 981 +1, then 37 റിമൈൻഡർ 2, സോ -2. ഇപ്പൊ മനസ്സിലായോ?
എങ്ങനെയാ കൊടുക്കുന്നതെന്ന്? ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരാം, നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. സോ ദി ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2, 3, 4, 2, 3, P. Find the value of P. P യുടെ ഓപ്ഷൻസ് 1, P is equal to 2, P is equal to 3, P is equal to 4. ഇത് ആദ്യത്തെ ചോദ്യം. And the second question it is 251 P 488. P is equal to 4, P is equal to 8, P is equal to 9, P is equal to 0. Okay. Then ഒരു question കൂടെ. Question number 3. P 491 061 288. So here option P is equal to 2, P is equal to 4, P is equal to 6, P is equal to 8. ഈ 4 ചോദ്യങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് പി. പിയുടെ വാല്യൂ ആണ് നിങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഞാനിപ്പോ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് സസ്പെൻസ് പോകും. അത് വേണോ? ആൻസർ പറയണോ അതോ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ? സാറേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ P491 061288. P491 061288. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ പറയുന്നില്ല, നിങ്ങൾക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് ഈ നമ്പർ 7 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അഥവാ അതല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇതിന്റെ ആൻസർ ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 11 ഡിസ്കസ് ചെയ്യാം. എഗെയിൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 11. UPSC ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് ചോദിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരാനും സാധ്യതയുണ്ട് ഈ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 11 എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 11 എന്ന് പറഞ്ഞത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ഓഫ് 11. 11ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 121. 121. വി ഓൾ നോ ദാറ്റ് 121 എന്ന് പറയുമ്പോൾ 11 സ്ക്വയർ ആണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡിവിസിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ ഓഡ് പ്ലേസസും ഈവൻ പ്ലേസസും ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് ഈ പറയുന്ന പോലെ, അതായത് ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. അതായത് ലെഫ്റ്റിൽ നിന്നാണ് നിങ്ങൾ ഓഡ് പ്ലേസസും ഈവൻ പ്ലേസസും ഈ പറയുന്ന പോലെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതായത് 1, 2, 1. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതൊരു ഓഡ് പ്ലേസ് അല്ലേ, ഇത് ഫസ്റ്റ് പ്ലേസ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് അല്ലെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഓഡ് പ്ലേസസിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 1. അപ്പോൾ ഓഡ് പ്ലേസസിൽ ആരൊക്കെയാണ് വരുന്നത്? ഓഡ് പ്ലേസസിൽ 1ഉം 1ഉം. ഇനി ഈവൻ പ്ലേസിൽ ആരാ വരുന്നത്? ഈവൻ പ്ലേസിൽ 2 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഓഡ് പ്ലേസിൽ 1ഉം 1ഉം, ഈവൻ പ്ലേസിൽ ആരാണ്? ഈവൻ പ്ലേസിൽ 2 മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ദി നമ്പേഴ്സ് ഗിവൺ ഇൻ ദി ഓഡ് പ്ലേസസ്. അപ്പോൾ ഓഡ് പ്ലേസസിലെ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 1 + 1 ഇറ്റ് ബിക്കംസ് വാട്ട്? 2. ഇനി ഈവൻ പ്ലേസിലെ നമ്പേഴ്സിനെ അതുപോലെ ആഡ് ചെയ്യണം. സോ ഇവിടെ ആഡ് ചെയ്യാൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, 2 മാത്രമേ ഉള്ളൂ. സോ അതുപോലെ 2 അങ്ങ് എഴുതുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് പ്ലേസ് മൈനസ് ഈവൻ പ്ലേസ്. എന്താണ്? ഓഡ് പ്ലേസ് മൈനസ് ഈവൻ പ്ലേസ്. സം ഓഫ് ദി ഓഡ് പ്ലേസ് മൈനസ് സം ഓഫ് ദി ഈവൻ പ്ലേസ്. അതായത് ഓഡ് പ്ലേസിന്റെ സം മൈനസ് ഈവൻ പ്ലേസിന്റെ സം. സോ ഓഡ് പ്ലേസിന്റെ സം എത്രയാണ്? 2. ഈവൻ പ്ലേസിന്റെ സം എത്രയാണ്? 2. അപ്പോൾ ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് ഒന്നേ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടുകയാണെങ്കിൽ, 1, 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 7 കിട്ടുകയാണെങ്കിൽ we can say that
the given number is divisible by 7. അപ്പോൾ ഇവിടെ 121 ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. So we can say that 121 is divisible by 7 അല്ല 11. Okay, 121 is divisible by 11. കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ if ABCD is a 4-digit number, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഓഡ് പ്ലേസിൽ ആര് വരുന്നുണ്ട്? എയും സിയും. ഈവൻ പ്ലേസിൽ ആരുണ്ട്? ബിയും ഡിയും അല്ലെ? എന്നിട്ട് സം ഓഫ് ദി ഓഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എ പ്ലസ് സി. സം ഓഫ് ദി ഈവൻ പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി പ്ലസ് ഡി. അപ്പോൾ ഇവര് തമ്മിലുള്ള ഡിഫറൻസ്, ഓക്കെ, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ വർഷ, ഇപ്പോൾ മൾട്ടിപ്ലൈ ബൈ 7 തന്നെയാണോ? അല്ല. ഞാനിവിടെ 7 എന്ന് എഴുതിയത് അല്ലേ? സോറി, എക്സ്ട്രീംലി സോറി. താങ്ക്സ് അലോട്ട്. മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് കേട്ടോ. സോറി. താങ്ക് യു വർഷ, താങ്ക്സ് അലോട്ട്. അപ്പോ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് കേട്ടോ. എക്സ്ട്രീംലി സോറി ഗൈസ്. അവിടെ 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് കേട്ടോ. ഞാൻ നേരത്തെ ആ 7ന്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോ എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്ത് കിട്ടണം? 1 0 കിട്ടണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണം. 1 0 കിട്ടണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണം. മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. നിങ്ങൾ നോട്ടിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് അത് തിരുത്തുക. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഒരു ചോദ്യം വേണ്ടേ? 858 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ 858ന്റെ കേസിൽ ഓഡ് പ്ലേസിൽ ആര് വരുന്നുണ്ട്? 8ഉം 8ഉം അല്ലെ? അതായത് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് പ്ലേസ് ആണെങ്കിൽ ഓഡ് പ്ലേസ് അല്ലെ 1ഉം 3ഉം. ഓഡ് പ്ലേസിൽ ആരാ വരുന്നത്? 8ഉം 8ഉം. സോ ഓഡ് പ്ലേസിന്റെ സം എത്രയാണ് വരുന്നത്? ഓഡ് പ്ലേസിന്റെ സം എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് 8 plus 8. 8 plus 8 എത്രയാണ്? ഇറ്റ് ഇസ് 16, റൈറ്റ്? ഇനി ഈവൻ പ്ലേസിലോ? ഈവൻ പ്ലേസിന്റെ സം എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് 5. നൗ ഡിഫറൻസ് അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. എന്തിന്റെ ഡിഫറൻസ്? സം ഓഫ് ദി ഓഡ് പ്ലേസ് മൈനസ് സം ഓഫ് ദി ഈവൻ പ്ലേസ് അല്ലെ? അപ്പോൾ ഇവിടെ 16 മൈനസ് 5 നമുക്ക് എന്ത് കിട്ടുന്നു? 11 കിട്ടുന്നു. സോ നമുക്കറിയാം 1 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. സോ ഇവിടെ ആൻസർ 11 ആണ് കിട്ടുന്നത്. സോ വി ഐഡന്റിഫൈഡ് ദാറ്റ് 858 is divisible by 11. ഇനി ഒരു നമ്പറും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 76362. 76362. Check whether the given number is divisible by 11 or not. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. 76362. ഈ നമ്പർ 7ഉമായിട്ട് ഡിവിസിബിൾ ആണോ നോക്കിക്കേ. Yes, the given number is divisible by 7. Correct. ഇവിടെ ഓഡ് പ്ലേസസിൽ ആരൊക്കെ വരുന്നത്? 7 3 2. ഈവൻ പ്ലേസിൽ ആരാ വരുന്നത്? 6 6. യെസ്. സോ സം ഓഫ് ഓഡ് പ്ലേസസ് എന്താണ്? സം ഓഫ് ഓഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് 7 plus 3 plus 2, അത് 12 വരും അല്ലെ? ഇനി സം ഓഫ് ഈവൻ പ്ലേസസിലോ? സം ഓഫ് ഈവൻ പ്ലേസസിൽ ഇറ്റ് ബിക്കംസ് 6 plus 6, നമുക്ക് അഗെയിൻ 12 കിട്ടും. അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ വി ഐഡന്റിഫൈ ദാറ്റ് ദ ഗിവൻ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7 അല്ലെ? വളരെ ഈസി ആയിട്ട് നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. 7ഉമായിട്ട് ഡിവിസിബിൾ ആണല്ലോ. അപ്പോ സോറി, താങ്ക് യു. 11. ഞാനത് ഈ 7 എന്ന് പറയുന്നതിന്റെ റീസൺ എനിക്ക് തോന്നുന്നത് കുറെ അധികം ചോദ്യങ്ങൾ നമ്മൾ 7ഉമായിട്ട് ഡിസ്കസ് ചെയ്തില്ലേ, അതായിരിക്കാം. എക്സ്ട്രീംലി സോറി, താങ്ക് യു. അപ്പോ അടുത്തൊരു യെസ് ഡിവിസിബിൾ ബൈ 11. യെസ്, ഡിവിസിബിൾ ബൈ 11. ഇനി ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ മിസ്സിംഗ് ടേം, അതായത് ഈ ടിന്റെ കേസ് അല്ലെ? നമ്മൾ നേരത്തെ 7ന്റെ കേസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ മിസ്സിംഗ് ടേം കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻസ് 1-2 നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കെ, ഒറ്റ ചോദ്യം മതി. ഈ ഒരു ചോദ്യം എഴുതിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അധികം സമയം 11ന്റെ കേസിൽ കളയണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഈസി, റൈറ്റ്? സോ ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂ ഓഫ് പി. എഴുതിക്കോ. Find the missing value for P. Find the missing value for P if 868-5P6 is divisible by 11. Is divisible by 11. 868-5P6 എന്ന് പറയുന്ന 6-digit number 11ഉമായിട്ട് divisible ആണെങ്കിൽ find the missing value for P. Options തരാം. P is equal to 1,
P is equal to Q, P is equal to 3, P is equal to 4. ഇതിൽ ഏതായിരിക്കും? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. First of all, identify the digits in the odd place, then identify the digits in the even place, then odd minus even, right? അപ്പോൾ അത് ഒന്നേ ഈ പറയുന്ന പോലെ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അതല്ലെങ്കിൽ 0 കിട്ടണം. So then after option 1, yes, correct. So എല്ലാവർക്കും ഓപ്ഷൻ എ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Yes, yes, yes. 8685P6. Correct, Shirin. Correct. Akila, correct. അപ്പോൾ ഇവിടെ Pയുടെ വാല്യൂ കിട്ടണം. Yes. അപ്പോൾ first of all, we need to identify the digits in the odd places. Like odd places, digits നമ്മൾ identify ചെയ്യുക. So it is 8, 8 and P. So sum of it becomes 8 plus P. അതായത് 8 plus 8 എന്താണ്? 16. 16 plus P എന്ന് വരും. Then sum of the digits in the even place. Even place ൽ ആരുണ്ട്? 6, 5, 6. അല്ലേ? 6, 5 and 6. 6, 5 and 6. So it becomes 6 plus 6 plus 5. 6 plus 6, 12. 12 plus 5, it is 17. Now sum of the digits in the odd. Odd minus even എന്ത് വരും? That is 16 plus P minus 17 എന്ന് വരും. അപ്പോൾ 1 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണം. അപ്പോൾ പിയുടെ വാല്യൂ എന്ത് വരണം? The P's value should be equal to 1. അല്ലേ? അതായത് 16 plus പിയുടെ വാല്യൂ 1 ആകുമ്പോൾ it becomes 16 plus 1. അത് 17 ആണ്. So eventually you will be getting 0 as the answer, right? അപ്പോൾ പിയുടെ വാല്യൂ it should be equal to 1. വളരെ ഈസിയാണ് 11. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഇതിനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. ഓക്കെ. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ ആ ഒരു എന്താണ് ആ നമ്പേഴ്സ് എന്നുള്ളത് മോസ്റ്റ് ഓഫ് യു പീപ്പിൾ നോ ദാറ്റ്, റൈറ്റ്? അപ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഡിസ്കഷൻ നമുക്ക് പെട്ടെന്നൊന്ന് ചർച്ച ചെയ്ത് പോകാം. എന്താണ് പ്രൈം നമ്പർ, എന്താണ് കോമ്പോസിറ്റ് നമ്പർ? സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ എ കൺസെപ്റ്റ് നോൺ എസ് കോപ്രൈം നമ്പർ. കോപ്രൈം നമ്പർ എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൈം നമ്പർ എന്താണ്, കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഒന്ന് ഈ പറയുന്ന പോലെ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. സോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ദ നമ്പേഴ്സ് വിത്ത് ഓൺലി 2 ഫാക്ടേഴ്സ്. അതായത് പ്രൈം നമ്പേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് യു സെലക്ട് എ നമ്പർ, ഇഫ് ദാറ്റ് നമ്പർ കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ആ 2 ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് 1ഉം പിന്നെ ആ നമ്പറും തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം എക്സും മാത്രമേ കാണത്തുള്ളൂ, അല്ലെ? അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ എക്സാമ്പിൾ 3, 7, 5, 13, 17, 19 ഇവയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ then what about composite numbers? എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എനി നമ്പർ, യെസ് 2 ഓൾസോ, കറക്റ്റ്. 2 is the only even prime number, കേട്ടോ. 2 is the only even prime number, very very important. 2 is the only even prime number. അപ്പൊ ഇനി കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എനി നമ്പർ ഗ്രേറ്റർ ദാൻ മോർ ദാൻ 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സിൽ കൂടുതലുള്ള ഏതൊരു നമ്പറിനെയും വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോപ്രൈം നമ്പേഴ്സ്. 2 ഫാക്ടേഴ്സിൽ കൂടുതലുള്ള ഏതൊരു നമ്പറിനെയും നമുക്ക് എന്ത് പറയാം? കോപ്രൈം നമ്പേഴ്സ്. അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത ഏതൊരു നമ്പറും, ഉദാഹരണത്തിന് 6 അല്ലെ, 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 into 6 it is 6, then 2 into 3 it is 6. ഓക്കെ, പിന്നെ 3 into 2. അപ്പൊ 6ന് ആരൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, റൈറ്റ്? സോ ഇവിടെ അതുപോലെ ഈ പറയുന്ന പോലെ 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന, 2 അല്ലെങ്കിൽ നല്ല മോർ ദാൻ 2 ഫാക്ടേഴ്സ് വരുന്ന ഏതൊരു നമ്പറിനെയും നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ പ്രൈം നമ്പർ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു? ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന പോലെ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു 3 ഡിജിറ്റ് നമ്പർ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു 2 ഡിജിറ്റ് നമ്പർ, അതായത് ഒരു 80s അല്ലെങ്കിൽ 90s ഉള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതും നമ്മൾക്ക് എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി. അതിനൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എല്ലാ പ്രൈം നമ്പേഴ്സും it will be always in the form of 6k plus or minus 1. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Every prime number is in the form of 6k plus or minus 1.
എല്ലാ പ്രൈം നമ്പറും ഈ 6k +or-1 എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഉള്ളത്. ഓക്കെ, ഈ ഫോമിലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോമാറ്റ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പ്രൈം നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു പ്രൈം നമ്പർ 13 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണ് നിങ്ങൾക്കറിയാം. സോ 13 നമുക്ക് 6k +or-1 എന്നുള്ള ഫോമാറ്റിൽ എഴുതാം. 6 × 2 +1 അല്ലേ 13 വരുന്നത് അല്ലേ? അതായത് 6k +1 ആണ് 13 വരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു നമ്പർ 17 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6 × 3 ഇറ്റ് ഈസ് 18 -1 അല്ലേ 17 വരുന്നത് അല്ലെ? അപ്പോൾ എനി നമ്പർ ഈസ് ഇൻ ദി ഫോം ഓഫ് 6k +or-1 then it becomes a prime number. പക്ഷേ ഈ പറയുന്ന പോലെ 6k +or-1 അതായത് എല്ലാ പ്രൈം നമ്പറിനെയും നമുക്ക് 6k +or-1 എഴുതാൻ പറ്റും. പക്ഷേ 6k +or-1 ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പ്രൈം നമ്പർ കിട്ടണമെന്നില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. ഏതൊരു പ്രൈം നമ്പറിനെയും വി ക്യാൻ റൈറ്റ് ഇൻ ദി ഫോം ഓഫ് 6k +or-1. പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അതായത് 6k +or-1 എന്ന് പറയുന്ന ഫോമാറ്റിലുള്ള ഏതൊരു നമ്പറും പ്രൈം നമ്പർ ആവണം എന്നില്ല. എപ്പോഴും പ്രൈം നമ്പർ ആവണം എന്നില്ല. ഉദാഹരണത്തിന് 6k +or-1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന പോലെ 13 കിട്ടി. അതേസമയം 6k +1 ചെയ്തപ്പോൾ നമുക്ക് 13 കിട്ടി. പക്ഷെ 6k -1 ചെയ്യുമ്പോഴോ ഈ 13ന്റെ കേസിൽ നോക്കിക്കേ, 6 × 2 ഇറ്റ് ഇസ് 12 -1 ഇവിടെ നമുക്ക് 11 കിട്ടി. സോ 13ഉം 11ഉം പ്രൈം നമ്പർ ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ when k is equal to 6 ആണെങ്കിൽ 6k +or-1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. when k is equal to 6, so 6 × 6 +1 വരും, 6 × 6 -1 വരും അല്ലെ? 6 times it is 36 +1 37 ഒരു പ്രൈം നമ്പർ ആണ്. പക്ഷെ 6 × 6 36 -1 35 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 6k +or-1 കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈം നമ്പർ കിട്ടണമെന്നില്ല. ചില സമയത്ത് കോമ്പോസിറ്റ് നമ്പർ കിട്ടും. പക്ഷേ ലോകത്തുള്ള നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിനെയും നമുക്ക് ഏത് ഫോമാറ്റിൽ എഴുതാൻ പറ്റും? 6k +or-1 എഴുതാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം പരീക്ഷാ സമയത്ത് പ്രൈം നമ്പേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വെറുതെ കാൽക്കുലേറ്ററിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്ററിലല്ല, നിങ്ങളുടെ ബുക്കിൽ റാൻഡം ആയിട്ട് ഈ കെയുടെ സ്ഥാനത്ത് കുറച്ച് നമ്പേഴ്സ് ഇട്ടിട്ട്, അതായത് 6 × 3 അല്ല 6 × 5 +1 6 × 5 -1 നോക്കിക്കുക. 6 5 times it is 30 +1 31 ഒരു പ്രൈം നമ്പർ ആണ്. 6 5 times it is 30 -1 29 again it becomes a prime number. കണ്ടോ? അപ്പൊ ഇങ്ങനെ റാൻഡം ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചില നമ്പേഴ്സ് കാണാം, എപ്പോഴും പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. അത് നോർമലി നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബിക്കോസ് ദ നമ്പർ എൻഡിങ് വിത്ത് 5 നോർമലി 5ൽ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ 0ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒന്നേ 5ൽ എൻഡ് ചെയ്യുന്നു, അല്ലെ 0ൽ എൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ നമ്പേഴ്സ് ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആയിരിക്കത്തില്ല അല്ലെ? അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ, 6k +or-1. ഇനി നമുക്ക് കോപ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലായത്. കോപ്രൈം നമ്പേഴ്സ് ഒരു പക്ഷേ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിരിക്കും അല്ലെ? എന്താണ് കോപ്രൈം നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. കോപ്രൈം നമ്പർ നമ്പർ അല്ല, നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞു തരാം. ടേക്ക് ദി കേസ് ഓഫ് 8 and 15. 8 15 എന്നീ പറയുന്ന രണ്ട് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യും. ഇവരുടെ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആദ്യം 8ന്റെ ഫാക്ടർ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് 1 × 8 ഇറ്റ് ബിക്കംസ് 8. 2 × 4 ഇറ്റ് ഈസ് 8, റൈറ്റ്? പിന്നെ 3ലില്ല, 4ലില്ല. 4 × 2 ഇറ്റ് ഈസ് 8 എന്ന് പറയുമ്പോൾ റിവേഴ്സ് ആണ് വരുന്നത്. സോ വി ഐഡന്റിഫൈഡ് ദി ഫാക്ടേഴ്സ് ഓഫ് 8 ആസ് 1 2 4 8 അല്ലെ? 8ന്റെ ഫാക്ടേഴ്സ് ആർക്കാണ്? 1 2 4 8. ഇനി 15ന്റെ കേസ് നോക്കിക്കേ. 15ന്റെ കേസിൽ 1 × 15 ഇറ്റ് ബിക്കംസ് 15 ആൻഡ് 3 × 5 ഇറ്റ് ഈസ് 15. വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോ ഈ പറയുന്ന പോലെ ഈ 15ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 3 5 15. അപ്പൊ നിങ്ങൾ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് 1 മാത്രമേ കാണാൻ പറ്റൂ അല്ലെ? അതായത് രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടറാണ് നമ്മൾ ഇവിടെ എടുത്തത്, ഫാക്ടേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്തത്. ദ നമ്പേഴ്സ് ആർ 8 and 15. ആ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നോക്കിയപ്പോൾ വി ഐഡന്റിഫൈഡ് ദാറ്റ് ഓൺലി 1
ഓക്കെ, 1 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ്. ദാറ്റ് ഈസ് ഇൻ എ സെറ്റ് ഓഫ് 2 നമ്പേഴ്സ്, if they have only if they have no common factors, if they have no common factors other than 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ we can categorize those numbers as co-prime numbers. ആ നമ്പേഴ്സിനെ എന്ത് നമ്പർ എന്ന് വിളിക്കാം? നമുക്ക് കോപ്രൈം നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ UPSC ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്. ഓൺലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ മനസ്സിലാക്കണം. ഓൺലി പ്രൈം നമ്പേഴ്സ്, ഓൺലി 2 prime numbers become co-prime numbers. Only 2 prime numbers become co-prime numbers. ആണോ? അത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ 2 പ്രൈം നമ്പേഴ്സ് റാൻഡം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ മാത്രമേ കോപ്രൈം ആകാൻ സാധ്യതയുള്ളൂ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? റോങ് സ്റ്റേറ്റ്മെന്റ്. യെസ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു 8, 15 എന്നീ പറയുന്ന 2 നമ്പേഴ്സ് അല്ലെ, അവര് രണ്ടുപേരും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സും എന്താകാൻ സാധ്യതയുണ്ട്? കോപ്രൈം നമ്പേഴ്സ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് 2 പ്രൈം നമ്പർ എടുത്താലും അവരെപ്പോഴും എന്തായിരിക്കും? അവരെപ്പോഴും കോപ്രൈം ആയിരിക്കും. ഉദാഹരണത്തിന് 3ഉം 7ഉം. 3ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 3ഉം. 7ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 7ഉം. സോ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. സോ എനി prime number, any 2 prime number, if you select any 2 prime number, that numbers will be co-prime to each other. ആ 2 പ്രൈം നമ്പേഴ്സ് എന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് പ്രൈം നമ്പേഴ്സ്, വി ഡിസ്കസ്ഡ് അബൌട്ട് കോമ്പോസിറ്റ് നമ്പേഴ്സ്, പിന്നെ പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് 6k + or -1 അല്ലെ. അതിനുശേഷം അതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ കേസിലും 6k + or -1ന് k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? പ്രൈം നമ്പർ കിട്ടണം എന്നില്ല. അതിന്റെ സ്പെഷ്യൽ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിനുശേഷം വി ഡിസ്കസ്ഡ് അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കോപ്രൈം നമ്പേഴ്സ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇനി ഇതേണ്ടേ കുറച്ച് 2025 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എല്ലാ ചോദ്യങ്ങളും വേണ്ട, നമുക്കത് ഓരോ സെക്ഷൻ ആയിട്ട് ഇപ്പൊ പഠിച്ചതിൽ നിന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ 9⁻³ + 9⁻⁴ + 9⁻⁵ + 9⁻�6 etc. up to 9⁻100 is divided by 6? ഇതിന്റെ ആൻസർ എന്ത് വരും? Just take 2 minutes and try to solve it by yourself. ഒന്ന് ചെയ്ത് നോക്കിക്കേ.
ടിയേഴ്സ് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിപ്പോ ഫസ്റ്റ് ഫേസ് ഓഫ് നമ്മുടെ നമ്പർ സിസ്റ്റം കഴിഞ്ഞു. ഇനി കുറെ അധികം കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. സോ വി നീഡ് ടു ഷിഫ്റ്റ് ഓൺ ടു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആഫ്റ്റർ ദിസ് ക്വസ്റ്റ്യൻ. അതിനുശേഷം നമ്മൾ ഇനി ഒരു അടുത്ത സൈക്കിൾ ഓഫ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്, അതായത് ഇനി ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് ഈ പറയുന്ന പോലെ ഫാക്ടേഴ്സിനെയും മൾട്ടിപ്പിൾസിനെ റിലേറ്റ് ചെയ്തിട്ടൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് നമ്പർ സിസ്റ്റം വൈൻഡ് അപ്പ് ചെയ്യാം. സോ ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. ഓക്കെ, നിങ്ങളൊന്ന് റിഫ്രഷ് ആയിട്ട് വാ. അതിനുശേഷം നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓൾറൈറ്റ്. നമ്മളൊരു 8 ഇപ്പൊ 8:10 ആയില്ലേ. സോ ഒരു 8:12 ആകുമ്പോൾ നമ്മൾ ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യും. Yes, Srilakshmi, correct answer ആണ് 0. Yes, I will explain how we are getting that. Okay, ഇത് നമ്മൾ divisibility conditions പഠിച്ച ഒരു കാര്യമാണ്. But there is a small thing I need to say again. So അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, സോ 8, 12 ആയിട്ടുണ്ട്. ഒരുപാട് നമ്പർ സിസ്റ്റത്തിന് കണ്ടോ 2025 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു സെക്ട് ആയിട്ട് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. മീൻസ് അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചില്ലേ, അങ്ങനെ ടോപ്പിക്ക് പഠിച്ച് ആ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മീൻസ് അതിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് 2025 ആ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്. അതാണ് നമ്മൾ ഈ ചോദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? അതെന്റെ ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ സോൾവ് ചെയ്തു, പക്ഷെ മേ ബി കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇത് നമുക്ക് ആദ്യം ഒന്ന് സോൾവ് മീൻസ് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിന് മുന്നോടിയായിട്ട് ഇതിന്റെ ഒരു തിയറി എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, മീൻസ് അതായത് ഇതിന്റെ ഒരു ലോജിക് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചെയ്യണ്ടേ? ഇവിടെ നോക്കിക്കേ, 5 plus 7 divided by 9. Okay, sorry, 5 plus 7 വേണ്ട, 15 plus 7 divided by 4. 15 plus 7 divided by 4. 15 plus 7 divided by 4. അപ്പോൾ വാട്ട് വിൽ ബി ദി റിമൈൻഡർ വെൻ 15 plus 7 divided by 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 15ന്റെ കൂടെ 7 കൂട്ടി ഒരു വാല്യൂ കിട്ടും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരുന്നത്? നമുക്കറിയാം 15 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 12 പ്ലസ് അല്ലേ, 12 പ്ലസ് 3. 12 പ്ലസ് 3 ആണ് 15. അപ്പോൾ 3 അല്ലേ റിമൈൻഡർ വരുന്നത്? ആ 3 വേണ്ട ഇവിടേക്ക് എഴുതുക. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരുന്നത്? എഗെയിൻ ഇവിടെ 3 അല്ലേ റിമൈൻഡർ വരുന്നത്? സോറി, അതെ 3 ആണ് വരുന്നത് അല്ലെ. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 plus 3 എന്ന് എഴുതാം. സോ 4 ആയിട്ട് തന്നെ ഡിവിസിബിൾ ആണ്. സോ റിമൈൻഡർ 3 വരുന്നു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇനി ഇവിടെ ഫസ്റ്റ് റിമൈൻഡർ 3, സെക്കൻഡ് റിമൈൻഡർ 3. ഈ രണ്ട് റിമൈൻഡറും കൂടെ എത്ര വരും? 6 അല്ലെ. അപ്പൊ 6/4 ചെയ്യുമ്പോൾ ഈ കേസിൽ റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡർ 2. സോ ദി ഫൈനൽ റിമൈൻഡർ ഇസ് 2. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു, എടാ ഇതിപ്പോ 15 plus 7 ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ പോരെ, എന്തിനാ എത്രയും സ്റ്റെപ്പ് ചെയ്യുന്നത്? ഇവിടെ ശരിക്കും നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ വളരെ ഈസിയാണ്. അതായത് 15/4, 15 എന്ന് പറയുമ്പോൾ 12 plus 3. ഇവിടെ കേസിൽ ഫസ്റ്റ് കേസിൽ റിമൈൻഡർ 3. അപ്പോൾ 7/4. ഓക്കെ, 7/4 7 എന്ന് പറയുമ്പോൾ 4 plus 3. അപ്പൊ ഈ കേസിൽ റിമൈൻഡർ 3. സോ 3 plus 3 ബിക്കം 6. അപ്പൊ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അത് നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ഉദാഹരണത്തിന് 30 plus 43 ഡിവൈഡഡ് ബൈ 7 അല്ലേ. അപ്പോൾ 13നെ നമുക്ക് 7 വിത്ത് റെസ്പെക്ട് ടു 7 എങ്ങനെ എഴുതാം? അതായത് 30 എന്ന് പറയുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതുപോലെ 7ന്റെ മൾട്ടിപ്പിളിന്റെ അടുത്ത് വരുന്ന ഒരു നമ്പർ പ്ലസ് സർട്ടൺ നമ്പർ നമുക്ക് എഴുതാം അല്ലെ. നമുക്കറിയാം 7 4 times it is 28. അപ്പൊ 28 plus 2 ആണ് 30. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ എത്ര വരും? 2 വരും. 43 7 5 times it is 35. 7 6 times it is 42. അപ്പോൾ 42 plus 1 അല്ലേ 43. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 1. അപ്പോൾ വേണ്ടേ, ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായി. സെക്കൻഡേ, ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായി. വേണ്ടേ, ഫസ്റ്റ് കേസിലെ റിമൈൻഡർ 2, സെക്കൻഡ് കേസിലെ റിമൈൻഡർ 1. ഇനി റിമൈൻഡർ തമ്മിൽ ആഡ് ചെയ്യുക. 2 plus 1/7. 2 plus 1 എന്താണ്? 3/7. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനേക്കാളും വലുതായോണ്ട് നമ്മൾ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 2 ആണെന്ന് കിട്ടി. ഈ കേസിലോ ന്യൂമറേറ്റർ ഈസ് മച്ച് ലെസ് ദാൻ കമ്പയർ ടു ഡിനോമിനേറ്റർ. അപ്പോൾ 3 തന്നെ റിമൈൻഡർ എന്ന് കിട്ടി. കണ്ടോ, 30 plus 43 എന്നുള്ളത് നമ്മൾ 73 എന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെ. 30യുടെ കേസിൽ റിമൈൻഡർ 2, 43യുടെ കേസിൽ റിമൈൻഡർ 1, then by 7. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. എന്താ റിമൈൻഡർ എത്ര വരുന്നത്? 2 plus 1 3 വരും. സോ റിമൈൻഡർ ബിക്കംസ് 3 അല്ലെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ. ഉദാഹരണത്തിന് 30 into 43 ഡിവൈഡഡ് ബൈ 7. ഈ കേസിൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുക. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 30 into 43 is divided by 7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 30 into 43 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. മൾട്ടിപ്ലൈ ചെയ്ത് ഒരു വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 28 plus 2. അപ്പോൾ ഫസ്റ്റ് കേസിൽ
റിമൈൻഡർ 2. 43 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 42 + 1 42 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 1. ഇവിടെ നമ്മൾ ആഡ് ചെയ്തു ഇല്ല. എന്തുകൊണ്ട് ആഡ് ചെയ്തത്? ബിക്കോസ് 30 + 43 ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 × 1 ഇറ്റ് ബിക്കംസ് 2. സോ 2/7. അപ്പോൾ റിമൈൻഡർ എത്ര വരും? 2. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ചോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ മീൻസ് അതായത് നിങ്ങൾ ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ നോക്കിയാലും മതി. ഇപ്പോൾ ഗൂഗിളിൽ നമുക്ക് റിമൈൻഡർ എക്സാക്ട് ആയിട്ട് കിട്ടുന്ന കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. റിമൈൻഡർ കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവർ ഡിവിഡൻഡ് എന്താണെന്ന് ചോദിക്കും, ഡിവൈസർ എന്താണെന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എക്സാക്ട് കോഷ്യന്റും റിമൈൻഡറും കിട്ടും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ കാൽക്കുലേറ്റേഴ്സിലോ അല്ലെങ്കിൽ ചിലപ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സിലോ അത് അവൈലബിൾ അല്ലാത്തൊരു ഇഷ്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് റാൻഡം ആയിട്ട് കുറെ നമ്പേഴ്സ് ഇട്ട് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ശരിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു അരിത്തമാറ്റിക് സ്കിൽസ് കൂടുന്നത്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള മാത്സ് ഒക്കെ വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെയാണ് നമ്മൾ ഇവിടെ ഈ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ഇതിൽ കുറച്ച് പവേഴ്സ് വരുന്നതിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ പവർ വരുന്ന സമയത്ത് അതും കൂടെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് തന്നെ നമുക്ക് എടുക്കാം. ഈ കേസിൽ വാട്ട് വിൽ ബി ദി റിമൈൻഡർ when 9⁻³ is, അതായത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 9⁻³ ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 9⁻³ എന്താ നമുക്കറിയാം അല്ലേ? 9⁻³ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 9 times it is 81. 81 × 9 എത്ര വരും? 243 അല്ലേ? സോറി, 81 × 9 എത്ര വരും? 729. സോറി 729 ആട്ടോ. അപ്പൊ 729 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ നമുക്ക് കിട്ടുന്നു അല്ലെ? വളരെ വളരെ വലിയ കാൽക്കുലേഷൻസ് ആണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. 9³ എന്ന് പറഞ്ഞാൽ നമുക്ക് 9 എങ്ങനെ എഴുതാം? വിത്ത് റെസ്പെക്ട് ടു 6ന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതി നമുക്ക് എഴുതിക്കൂടെ? അതായത് 6 + 3 the whole cube divided by 6 എന്ന് എഴുതാം അല്ലെ? 6 + 3 the whole cube divided by 6 എന്ന് എഴുതാം. ഇവിടെ ഈ 6ഉം ഡിവിസിബിൾ ആണ്. 6 is divisible by 6 itself. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? ഈ 3³ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി? 3³ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരുന്നു എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ 3³ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 27/6. ഈ കേസിൽ റിമൈൻഡർ എത്ര വരും? അതായത് 27 അല്ലെ? 6 4 times it is 24. 24 + 3 ആണ് 27. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 3 ആ വരുന്നത്. കണ്ടോ? അല്ലാതെ 729 6 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 6 + 3 the whole cube. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും, എന്താണ് ഈ 6 + 3 the whole cube by 6 ചെയ്യുമ്പോൾ ഈ 6 നമ്മൾ കട്ട് ചെയ്തു 3³ മാത്രം എഴുതുന്നതെന്നുള്ളത്. അതിനുവേണ്ടി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഞാൻ ഇവിടെ 9³ പകരം 9² എന്ന് എഴുതാം. 9² 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ 9² ഞാൻ എങ്ങനെ എഴുതുകയാണ്? 6 + 3 the whole square divided by 6 എന്ന് എഴുതും. അപ്പോ ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയോ. നമുക്കറിയാം a + b the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a² + 2ab + b² അല്ലെ? അപ്പോ 6 + 3 the whole cube whole square എന്ന് പറയുമ്പോൾ എന്ത് വരും? 6² + 2 × 6 × 3 + 3³ divided by 6. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിൽ ഓരോ ടേമും 6² is divisible by 6. ഈ കേസിൽ റിമൈൻഡർ 0. 2 × 6 × 3 it is also divisible by 6 അല്ലെ? കാരണം ഇതിനകത്തൊരു 6 ഉണ്ട്. തീർച്ചയായിട്ടും ആ 6ഉം കട്ടായി പോകും. അപ്പോൾ 2 × 6 × 3 മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അത് 6ഉമായിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഈ കേസിലും റിമൈൻഡർ നിങ്ങൾക്ക് 0 കിട്ടും. പിന്നെ നിങ്ങൾ എന്തിനെ കുറിച്ച് മാത്രം ബോധേഡായാൽ മതി? ഇവിടെ സ്ക്വയർ ആണ് കേട്ടോ, 3² ആണ്. അപ്പോൾ ഈ 3² കുറിച്ച് മാത്രം ബോധേഡായാൽ മതി. അതുപോലെ തന്നെയാണ് 6. അതായത് ഇനി നിങ്ങൾ റിമൈൻഡർ കണ്ടെത്തുമ്പോൾ 3² by 6 എന്താണ് റിമൈൻഡർ വരുന്നത്? അതാണ് നിങ്ങളുടെ ആൻസർ. അതുപോലെ തന്നെയാണ് 6 + 3 the whole cube. അതായത് a + b the whole cube എന്ന് പറയുമ്പോൾ എന്ത് വരും? a³ അല്ലെ 3a²b + 3ab² + b³ എന്നാണ് നമുക്ക് വരുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓരോ ടേംസും, അതായത് 6 + 3 the whole cube എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ ടേമും, അതായത് 6³ പിന്നെ ഇതിന്റെ ഇടയിലുള്ള ടേംസ് അല്ലെ, ഇതിലെ ഓരോ ടേംസും എന്താണ്? ഈ പറയുന്ന പോലെ ആരുമായിട്ട് ഡിവിസിബിൾ ആണ്? 6ഉമായിട്ട് അല്ലെ? ഡിനോമിനേറ്ററിലുള്ള 6ഉമായിട്ട് ഡിവിസിബിൾ ആണ്. പിന്നെ അവസാനമുള്ള ആ 3³ കേസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ,
അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളുടെ ഇവിടെ ഈ ഒരു നമ്പർ, ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ലോജിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. വേണ്ട നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9 ക്യൂബ് പ്ലസ് 9⁴ പ്ലസ് 9�6 പ്ലസ് 9 പ്ലസ് എക്സെട്ര അപ് ടു 9�100. 9�100 വരെ ഉള്ള ഒരു നമ്പർ, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ഫസ്റ്റ് കേസിൽ റിമൈൻഡർ എത്ര ആയിരിക്കും കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി ചെയ്തു. 9 ക്യൂബ് ബൈ 6 ചെയ്തപ്പോൾ 9 ക്യൂബിനെ എങ്ങനെ എഴുതി? 6 + 3 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതി ബൈ 6. തീർച്ചയായിട്ടും ഈ 6ഉം ഈ 6ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ കേസിൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. ഇനി ബാക്കിയുള്ളത് ഈ 3 ക്യൂബിന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. വി നോ ദാറ്റ് 3 ക്യൂബ് ഇറ്റ് ഇസ് 27. 27 ബൈ 6 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്? റിമൈൻഡർ 3. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടി. ഇനി രണ്ടാമത്തെ കേസിലോ 9⁴. 9⁴ എന്ന് പറയുമ്പോൾ 9⁴ ബൈ 6ന്റെ കേസിൽ റിമൈൻഡർ എത്ര കിട്ടും? 9 നമുക്ക് എങ്ങനെ എഴുതാം? അഗെയിൻ 6 + 3 ദി ഹോൾ റേസ് ടു 4 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഈ കേസിൽ അല്ലെ 6ഉം 6ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ ആ കേസിലെ റിമൈൻഡർ നിങ്ങൾക്ക് 0 കിട്ടും. പിന്നെ നിങ്ങൾ 3⁴ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 3⁴ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 3⁴ എത്രയാ? 81 അല്ലെ? 3² എന്ന് പറയുമ്പോൾ 9. അപ്പൊ 3⁴ 9 × 9 ഇറ്റ് ഈസ് 81. അപ്പൊ 81 ബൈ 6 ചെയ്യുമ്പോഴോ റിമൈൻഡർ എത്ര കിട്ടുന്നത്? ഒന്ന് ചെയ്ത് നോക്കേ. 6 1 ടൈംസ് ഇറ്റ് ഈസ് 6, 7, 8. 6 3 ടൈംസ് ഇറ്റ് ഈസ് 18, 19, 20, 21. ഈ കേസിലും റിമൈൻഡർ എത്ര കിട്ടുന്നത്? റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഇവിടെ ഓരോ കേസിലും നിങ്ങൾക്ക് റിമൈൻഡർ 3 ആയിരിക്കും. ഇനി അങ്ങോട്ട്, അതായത് 9⁵ ചെയ്താലും 9�6 ചെയ്താലും 9⁻100 വരെ നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ കേസിലെല്ലാം റിമൈൻഡർ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സോൾവ് ചെയ്തത് ഓർമ്മയുണ്ടോ? അതായത് ഈ റിമൈൻഡേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് ഓരോ കേസിലും റിമൈൻഡർ 3 കിട്ടുന്നു, അല്ലേ? വേണ്ടേ, ഞാൻ ഒന്നും കൂടെ ഇത് ക്ലിയർ ചെയ്തിട്ട് നല്ല വൃത്തി, നല്ല മെനക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. വേണ്ട നോക്കിക്കേ, അതായത് 9 ക്യൂബ് പ്ലസ് 9⁴ പ്ലസ് 9⁵ പ്ലസ് 9�6 എക്സെട്ര അപ് ടു 9�100. എന്നിട്ട് ഇയാളെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് മനസ്സിലായി റിമൈൻഡർ 3. സെക്കൻഡ് കേസിൽ 9⁴ കേസിൽ റിമൈൻഡർ 3. തീർച്ചയായിട്ടും 9⁵ കേസിലും റിമൈൻഡർ 3. 9�6ന്റെ കേസിൽ 9�3. ഈ ഒരു ട്രെൻഡ് 9�100 വരെ നിൽക്കും. അപ്പോൾ ഓരോ കേസിലും റിമൈൻഡർ 3, 3, 3 വെച്ച് വരും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മൊത്തം എത്ര ടേംസ് ഉണ്ട്? 9�3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? 9�3 തൊട്ട് 100 വരെ എന്ന് പറയുമ്പോൾ മൊത്തം 98 ടേംസ് ഉണ്ട് ഇതുപോലെ, അല്ലെ? സോറി, 98 അല്ല, 97 ടേംസ് ഉണ്ട്. അതായത് 97 × 3 ഡിവൈഡഡ് ബൈ 6. അതായത് 97 ടേംസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 6 തൽക്കാലം ഒന്ന് മാറ്റി. അതായത് ഇത് മൊത്തം എത്ര ടേംസ് ഉണ്ട്? മൊത്തം 97 ടേംസ് ഉണ്ട്. 9 ക്യൂബ് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 9 ക്യൂബ് ടിൽ 9⁻100 വരെ മൊത്തം 97 ടേംസ് ഉണ്ട്. സോ 97 × 3 അല്ലേ? സോറി 27, 98 ടേംസ് അല്ലേ? 3, 4, 6 98 ടേംസ് ആണ് കേട്ടോ. സോറി, 98 ടേംസ് ഉണ്ട്. ഓക്കെ, അതായത് 9⁻1, 9⁻2. അപ്പോൾ മൊത്തം 100 ടേംസ് ആണെങ്കിൽ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുമ്പോൾ 98 ടേംസ് ഉണ്ട്. 98 ടേംസ് ഉണ്ട്. അപ്പോൾ 98 3 തവണ, അതായത് 3നെ 98 തവണ ആഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ റിസൾട്ടന്റ് എത്രയായിരിക്കും? 98 × 3. 8 3 times it is 24. 9 3 times it is 27. 28, 29. 294 എന്ന് വരും, അല്ലേ? അപ്പോൾ 294. അപ്പോൾ ഈ 294നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നു? അതാണ് നിങ്ങളുടെ ആൻസർ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 6 4 times it is 24, അല്ലേ? യെസ്, 6 4 times it is 24 and 5 അധികം വന്നു, and 6 times it is 6 9 times it is 54. തീർച്ചയായിട്ടും 294 എന്ന് പറയുന്നത് 6 ഡിവിസിബിൾ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് റിമൈൻഡർ ബിക്കംസ് 0. റിമൈൻഡർ 0 വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേണ്ട, ഇവിടെ നോക്കിക്കേ, ഇതിൽ ഓരോ ടേംസിലും നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 3 കിട്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? അപ്പോൾ മൊത്തം എത്ര 3 ഉണ്ട്? അതായത് മൊത്തം 98 ടേംസ് ഉണ്ട്. അതായത് 9�3 തൊട്ട് 9�3, 9�4, 9�5, 9�6 അപ് ടു 9�100 വരെ മൊത്തം എത്ര ടേംസ് ഉണ്ട്? 98 ടേംസ് ഉണ്ട്.
അപ്പൊ ഈ 98 ടേംസിന്റെയും റിമൈൻഡർ 3 അപ്പോൾ മൊത്തം റിമൈൻഡർ എത്ര വരും? മൊത്തം റിമൈൻഡർ 294 വരും. ഈ 294 റിമൈൻഡർ വരുന്നുണ്ട് അല്ലെ. ഈ 294 എന്ന വാല്യൂ ആണ് നമുക്ക് ടോട്ടൽ റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 294 ഡിനോമിനേറ്റർ വാല്യൂ ആയ 6നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. അതേസമയം 6ന് ചെറുതായിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അത് തന്നെ റിമൈൻഡർ എന്നങ്ങ് എഴുതാമായിരുന്നു അല്ലെ. ഉദാഹരണത്തിന് ടോട്ടൽ 3 ആണെന്ന് ഇരിക്കട്ടെ, 3/6 എന്നാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ റിമൈൻഡർ നമുക്ക് 3 എന്ന് പറഞ്ഞങ്ങ് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ 6നേക്കാളും വളരെ വലിയ വാല്യൂ കിട്ടിയിരിക്കുന്നത്. സോ വി നീഡ് ടു ഡിവൈഡ് ദിസ് 294 by 6. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നതെന്ന് നോക്കുക അല്ലെ. അതായത് 6 4 times അല്ലെ. 6 4 times it is 24. So and then it becomes അല്ലെ. പിന്നെ റിമൈൻഡർ 5, പിന്നെ 4 താഴേക്ക് എഴുതി. And 6 9 times it is 54. So remainder 0. കണ്ടോ, റിമൈൻഡർ 0 വന്നു. So our answer is option A, which is 0. കാൽക്കുലേഷൻസ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ ഈസി കാൽക്കുലേഷൻസ് ആണ്. വെറുതെ കുറെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോറി, ഡിവൈഡ് ചെയ്യുക, ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, ഇനി ഇങ്ങനെയുള്ള ഒരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഓൾ റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ് നോക്കി. ഓക്കെ, ഫൈൻ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാനത് ഫെർദർ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കിനി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ UPSC-യിൽ ഒരു കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ചോദ്യങ്ങളുടെ എണ്ണം ആ ചോദിച്ച വർഷങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് പെർമ്യൂട്ടേഷൻസ്. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് എന്താണ് പെർമ്യൂട്ടേഷൻസ്, എന്താണ് കോമ്പിനേഷൻസ് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചോദ്യം കാണുമ്പോൾ, അതാണ് പല കുട്ടികൾക്കും പറ്റുന്ന പ്രശ്നം, എന്താണ് പെർമ്യൂട്ടേഷൻ ചോദ്യം, എന്താണ് കോമ്പിനേഷൻ ചോദ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിക്കവാറും കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അടുത്തൊരു സെഷനിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. എന്നിരുന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻസ്. വാട്ട് യു മീൻ ബൈ പെർമ്യൂട്ടേഷൻ? എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു പക്ഷെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു +2 വരെയൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ഒരു പക്ഷെ നല്ല വ്യക്തമായിട്ട് എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് മനസ്സിലാകും. ഇനിയിപ്പോൾ 10th വരെ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ മീൻസ് അവരും പെർമ്യൂട്ടേഷന്റെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിച്ചവരും ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ആ ഒരു ലെവൽ മതി. പക്ഷെ ചില സമയത്ത് ചില കേസിൽ UPSC ഒരു +1 ലെവലിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ആ ഒരു ലെവലിലും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ മാത്രമല്ല, ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. എക്സ്പെഷ്യലി കോമ്പിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് ഉണ്ട്. ആ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നത് വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ നമുക്ക് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ആപ്ലിക്കേഷൻസ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അറേഞ്ച്മെന്റ് ആണ്. എന്താണ് പെർമ്യൂട്ടേഷൻ? അറേഞ്ച്മെന്റ്. അതായത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് തന്നിരിക്കുകയാണ്, ആ ഐറ്റംസിനെ അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് അറേഞ്ച്മെന്റ് ഓഫ് ഐറ്റംസ്. ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് തന്നു ആൻഡ് വി നീഡ് ടു അറേഞ്ച് ദാറ്റ് ഐറ്റംസ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോ ഈ പെർമ്യൂട്ടേഷൻ നോർമലി ഇപ്പൊ ഉദാഹരണത്തിന് 3 ഐറ്റംസ് A, B, C എന്ന് പറയുന്ന 3 ഐറ്റംസ് തന്നിരിക്കുക ആൻഡ് വൺ പേഴ്സൺ ഈസ് സെയിങ് ദാറ്റ് യു നീഡ് ടു അറേഞ്ച് ദീസ് ഐറ്റംസ്. ഈ 3 ഐറ്റംസിനെ നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സോ ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും
അതായത് എനിക്ക് ABC എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, ദെൻ ACB എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, ദെൻ BAC എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, BCA എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, ദെൻ CAB എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം, CBA എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. ഇത്രയും സെറ്റ് ഓഫ് അറേഞ്ച്മെന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിപ്പോ 3 ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതി നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? പക്ഷെ ഒരു 4 ഐറ്റംസ് ആണെങ്കിലോ, 5 ഐറ്റംസ് ആണെങ്കിലോ, 6 ഐറ്റംസ് ആണെങ്കിലോ, ആ കേസിൽ നമ്മൾ എന്നാ ചെയ്യും? നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ആ ഇക്വേഷൻ NPR എന്ന് പറയും. ഓക്കെ, NPR. NPR എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ N ഐറ്റംസ് ഉണ്ട്. എത്ര ഐറ്റംസ് ഉണ്ട്? N ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്ന് R നമ്പർ ഓഫ് ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ NPR എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ദ ഹോൾ ഫാക്ടോറിയൽ. NPRന്റെ ഇക്വേഷൻ എന്താണ്? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ദി ഹോൾ ഫാക്ടോറിയൽ. ഇതിനെയാണ് നമ്മൾ NPR എന്ന് പറയുന്നത്. ഓക്കെ, N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ദ ഹോൾ ഫാക്ടോറിയൽ. ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 8 ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട്. 8 ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട്. ഞാൻ പറയാണ് ഈ 8 ഡിഫറെന്റ് ഐറ്റംസിൽ നിന്ന് 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, 8 ഡിഫറെന്റ് ടോയ്സ് ഉണ്ട്. ഈ ടോയ്സിൽ നിന്ന് 3 എണ്ണം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? അതായത് 8 ഐറ്റംസ് ഉണ്ട്. അതായത് Nന്റെ വാല്യൂ എന്ത് വരും? 8 വരും. അതിൽ നിന്ന് എത്ര ഐറ്റംസ് നിങ്ങൾ എടുക്കുന്നത്? 3 ഐറ്റംസ് എടുത്താണ് അറേഞ്ച് ചെയ്യുന്നത്. സോ 8 ഫാക്ടോറിയൽ, Nന്റെ വാല്യൂ ഇറ്റ് ബിക്കംസ് 8. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ. ഓക്കെ, അതായത് അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്താ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഫാക്ടോറിയൽ? നമുക്കിനി അത് ചർച്ച ചെയ്തിട്ട് ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഫാക്ടോറിയൽ എന്നുള്ളത്? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 into 2 into 3 into 4 into 5. അതായത് ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആ നമ്പർ വരെയുള്ള മൾട്ടിപ്പിളിന്റെ വാല്യൂ. ആ നമ്പർ വരെയുള്ള മൾട്ടിപ്പിളിന്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 1 into 2 into 3 into 4 into എക്സെട്ര അപ് ടു N വരെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? N ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ NPRന്റെ ഈ N ഫാക്ടോറിയൽ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 into എക്സെട്ര അപ് ടു 8 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ ആണ് 8 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടെത്തി നോക്കാൻ. നോക്കിയേ, N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ദി ഹോൾ ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അല്ലെ, 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. 8 മൈനസ് 3 എത്ര വരും? 5. 5 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഫാക്ടോറിയൽ വരുമ്പോൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 8 ഫാക്ടോറിയൽ ഒന്ന് മൊത്തത്തിലൊന്ന് എഴുതി നോക്കാം. 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ 5 ഫാക്ടോറിയൽ എന്താണ്? 1 into 2 into 3 into 4 into 5. അപ്പൊ നോക്കിക്കേ, ഈ 1 into 2 into 3 into 4 into 5 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ഔട്ട് ആയി പോയി. ബാക്കി എന്ത് വരുന്നു? 6 into 7 into 8. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്, അല്ലേ? അപ്പോ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. നോക്കിക്കേ, 8 ഇതിന്റെ വാല്യൂ എന്താണ്? 8p3 അല്ലേ? 8p3 is equal to what? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 ദി ഹോൾ ഫാക്ടോറിയൽ. അത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആൻസർ ഇറ്റ് 6 into 7 into 8 ആണ്, അല്ലേ? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് ദേ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് വേണ്ടേ ഇവിടേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് 8p3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇവിടെ Nന്റെ വാല്യൂ 8 അല്ലേ, Rന്റെ വാല്യൂ 3 അല്ലേ? സോ 8ൽ നിന്ന് 8 ഉൾപ്പെടെ
ഒരു 3 വാല്യൂസ് പുറകോട്ട് എഴുതുക. അതായത് 8 × 7 × 6. കണ്ടോ, നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാതെ വേണ്ട, ഇങ്ങനെ അങ്ങ് എഴുതാം. 8 × 7 × 6 നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഇനി ഉദാഹരണത്തിന് 5p2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5p2 അല്ലേ? അതായത് സഫിക്സിൽ 2 ആണ്, അല്ലെങ്കിൽ 6ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 5 ഉൾപ്പെടെ ഒരു നമ്പർ പുറകോട്ട് അല്ലെ, 5 ഉൾപ്പെടെ 2 നമ്പർ എഴുതുക. അതായത് 5 × 4. അങ്ങനെയാണെങ്കിൽ 7p3 നമുക്ക് എങ്ങനെ എഴുതാം? 7 × 6 × 5. 4p2 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 അല്ലെ? 21p3 നമുക്ക് എങ്ങനെ എഴുതാം? 21 × 20 × 19. കണ്ടോ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ NPRന്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും വിത്തൗട്ട് യൂസിങ് ദി ഇക്വേഷൻ. ഇങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതി പരീക്ഷയ്ക്ക് സമയം കളയണ്ട. നമുക്ക് ഡയറക്റ്റ് വേണ്ട ഇങ്ങനെ വാല്യൂസ് എഴുതി അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തിയാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ UPSC വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ. വലിയ നമ്പേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചോദിക്കില്ല, അവർ ഫാക്ടോറിയൽ ഇട്ടായിരിക്കും അവർ ഓപ്ഷൻസിലും കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ 8 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഒരു പക്ഷേ ഇത് അവരങ്ങ് UPSC ഡയറക്റ്റ് ഓപ്ഷനിൽ കൊടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ NPR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ദി ഹോൾ ഫാക്ടോറിയൽ. അതെങ്ങനെ എഴുതുന്നതെന്നും പഠിക്കണം. അതുപോലെ തന്നെ ഈ ഷോർട്ട് കട്ട് വെച്ചും എങ്ങനെയാ എഴുതുന്നതെന്നും പഠിക്കണം. ഓക്കെ, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓപ്ഷൻസ് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾക്ക് ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ലെവലിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഇവിടെ 8 ഐറ്റംസ് എടുത്ത് അതിൽ നിന്ന് 3 ഐറ്റംസ് എടുത്ത് അറേഞ്ച് ചെയ്യുന്ന ചോദ്യമല്ലേ നമ്മളിപ്പോ ചെയ്തത് അല്ലെ? ഇനി വേണ്ടേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക, ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ബോക്സ്. ബോക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ട് അവർ ചോദിക്കുകയാണ് ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് എന്ന് ചോദിച്ചിരിക്കാം. ഓക്കെ, ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ബോക്സ്. ബോക്സ് എന്ന് പറയുന്ന വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വേർഡിലെ ലെറ്റേഴ്സിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബോക്സ് എന്ന് പറയുന്ന വേർഡിനകത്ത് എത്ര ലെറ്റർ ഉണ്ട്? 3 ലെറ്റർ അല്ലേ ഉള്ളത്. അത് 3ഉം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെയിം ആണോ ഡിഫറെന്റ് ആണോ നോക്കുക. ഈ 3 ലെറ്റേഴ്സ് എന്താണ്? ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. അവർ എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് 3 ലെറ്റേഴ്സ് ഉണ്ട്, അതായത് എന്നിന്റെ വാല്യൂ 3. എന്നിട്ട് അവർ പറയുകയാണ് അതിൽ നിന്ന് 2 ലെറ്റർ എടുക്കാനല്ല പറയുന്നത്, 1 ലെറ്റർ എടുത്ത് അറേഞ്ച് ചെയ്യാനല്ല പറയുന്നത്, 2 ലെറ്റർ എടുത്ത് അറേഞ്ച് ചെയ്യാനല്ല പറയുന്നത്, മറിച്ച് ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ബോക്സ് എന്ന്. ചുരുക്കം പറഞ്ഞാൽ ഈ 3 ലെറ്റേഴ്സും എടുത്ത് അറേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ ABC ചെയ്ത പോലെ കണ്ടോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ലെറ്റർ മാറ്റി നിർത്തിയോ? ഇല്ല, നമ്മൾ എല്ലാ ലെറ്റേഴ്സും എടുത്താണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ബോക്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്നും ആ വാക്കിലെ ലെറ്റേഴ്സിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 3 ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ആറിന്റെ വാല്യൂ എന്ത് വരും? 3 തന്നെ വരും. അപ്പോൾ NPR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ദ ഹോൾ ഫാക്ടോറിയൽ. അപ്പോൾ n ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 3 ദി ഹോൾ ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 - 3 എന്ത് വരും? 0 ഫാക്ടോറിയൽ. ഇതിന്റെ വാല്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഇസ് 1. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, 0 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ 0 × 1 × 2 × 3 അല്ല. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ ഇറ്റ് ഇസ് 1 ആണ്. പലരും അത് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 0 എന്ന് എഴുതും. അല്ല, ഇത് തെറ്റാണ്. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ 1. സോ ഹിയർ ദി ആൻസർ ഇസ് 3 ഫാക്ടോറിയൽ അല്ലെ. 3 ഫാക്ടോറിയൽ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഗെയിൻ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് നിങ്ങളുടെ മുന്നിൽ n ഐറ്റംസ് ഉണ്ട്, ആ n ഐറ്റംസും എടുത്ത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് n ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഇവിടെ 3 ഐറ്റംസ് ഉണ്ട്, അതിൽ നിന്ന് 3 ഐറ്റംസും എടുത്ത് നിങ്ങൾ അറേഞ്ച് ചെയ്യാം. സോ ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? 3 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച് അല്ലെ. അപ്പോൾ ബോക്സ് എന്ന് പറയുന്ന വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ബോക്സ് എന്ന് പറയുന്ന വേർഡിൽ 3 ലെറ്റേഴ്സ് ഉണ്ട്. സോ വി ക്യാൻ അറേഞ്ച് 3 ഫാക്ടോറിയൽ വേസ്. ഇനി ഡസ്ക്, DUSK, ഡെസ്ക് എന്ന് പറയുന്ന വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? അപ്പൊ നമ്മൾ നോക്കിയ സമയത്ത് ഡെസ്ക് എന്ന് പറയുന്ന ലെറ്ററിൽ വേർഡിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ഡിഫറെന്റ് ലെറ്റേഴ്സ് ഉണ്ട്. സോ ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? 4 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി ഇതിന്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ.
അപ്പോൾ how many ways you can arrange letters of the word CUNNING? Cunning. How many ways you can arrange letters of the word cunning? അപ്പോൾ കണ്ണിങ് എന്ന് പറയുന്ന ഈ വേർഡിനെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വേർഡിൽ നോക്കിയപ്പോൾ ചില പ്രത്യേകതകൾ ഈ വാക്കിനുണ്ട് അല്ലെ. യു ക്യാൻ സി ദാറ്റ് എൻ ഇസ് റിപ്പീറ്റിംഗ് 3 ടൈംസ്. എൻ എന്ന് പറയുന്ന വാക്ക് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ. ആ ഒരു പ്രത്യേകത ഈ ഒരു നമ്പറിനുണ്ട്, അല്ലെ സോറി ഈ ഒരു വേർഡിനുണ്ട്. ഈ വേർഡിനകത്ത് മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7. മൊത്തം 7 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 7 ലെറ്റേഴ്സിനകത്ത് 3 എണ്ണം റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? കണ്ണിങ് എന്ന് പറയുന്ന വാക്കിന് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? അല്ലാതെ അവര് വേറൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ദാറ്റ് ഇവിടെ എൻ എന്ന് പറയുന്ന ആള് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ വേണ്ട ഈ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഈ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ഫൈനലി നിങ്ങൾക്ക് സെയിം വേർഡ് തന്നെയല്ലേ കിട്ടുന്നത് അല്ലെ. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് സെയിം ലെറ്റേഴ്സ് സെയിം വാക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ വാക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടും. അതായത് 7 ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൽ കുറെ അധികം വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, കാരണം എന്നിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതേ ഉള്ളൂ, അല്ലാതെ വാക്ക് മാറുന്നില്ല അല്ലെ. ആ വേർഡ് മാറുന്നില്ല, അതായത് വായിക്കുന്ന രീതി മാറുന്നില്ല. അതായത് ഞാൻ ഇവിടെ പറഞ്ഞില്ല, അതായത് തേർഡും ഫോർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലും നമ്മൾ കണ്ണിങ് എന്ന് തന്നെയാണ് വായിക്കുന്നത് അല്ലെ. അപ്പോൾ അത് നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ n ഐറ്റംസ് ഉണ്ട് അല്ലെ, അതായത് 7 ഐറ്റംസ് ഉണ്ട്. സോ 7 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച് ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരെ റിപ്പീറ്റ് ചെയ്യുന്നത്? 3 ആൾക്കാർ അല്ലെ. n 3 തവണയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരാള് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഈസ് ദി ആൻസർ. ആ റിപ്പീറ്റ് ചെയ്യുന്ന ആളെ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് n ആണ്. n ഈസ് റിപ്പീറ്റിംഗ് ഫോർ 3 ടൈംസ്. സോ 7 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച് ബൈ 3 ഫാക്ടോറിയൽ. ആ റെപ്പറ്റീഷനും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി ഒന്നിൽ കൂടുതൽ വേർഡ്സ് റിപ്പീറ്റ് ചെയ്താലോ? ഓക്കെ, ഒന്നിൽ കൂടുതൽ വേർഡ്സ് എന്ന് പറയുമ്പോൾ let me take a word. Okay. Elephant, ELEPH. ELEPHANT, elephant. ഇതിനകത്ത് 2 വേർഡ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, തൽക്കാലം ഇതൊന്നും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് എലഫന്റ്? അപ്പോൾ എലഫന്റ് എന്ന് പറയുന്ന വാക്കിന് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? സോ ഫൈൻഡ് ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദേർ, റൈറ്റ്? 1 2 3 4 5 6 7 8. സോ 8 ലെറ്റേഴ്സ്. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? 8 ഫാക്ടോറിയൽ വേസ്. പക്ഷെ ഇതിനകത്ത് ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? E is repeating 2 times, right? വേറെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, നോക്കട്ടെ. ഞാൻ പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യൻസ്, എന്റെ മൈൻഡിലോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ബട്ട് ഐ റോട്ട് സർട്ടൻ വേർഡ്സ്. ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു in order to reach you people. So let me check. Let me take those. Okay, how many ways you can arrange? എല്ലാ കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസിലും പഠിക്കുമ്പോൾ കാണുന്ന ഒരു വാക്കാണത്. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അസാസിനേഷൻ. ASSASINATION. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അസാസിനേഷൻ. അത്യാവശ്യം നല്ലൊരു വാക്കാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ പെർമ്യൂട്ടേഷനിലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഹിയർ ഇവിടെ we can see that how many letters are there? മൊത്തം 1 2 3 4 5 6 7 8 9 10 11 12. 12 letters are there. So 12 factorial ways you can arrange. പക്ഷെ 12 factorial അല്ല ആൻസർ. Because here we can see that certain letters are repeating. ആരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്? A റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. A is repeating how many times? A is repeating 2 times. A ഈ പറയുന്ന പോലെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. So 1 2 3 അല്ല 2 അല്ല 3 times. So A is repeating 3 times. Then S എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 2 3. S is again repeating 3 times. S is repeating 3 times. ഇനി വേറെ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ?
n is repeating, right? n എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? n is repeating. So 1, 2, n is repeating 2 times. n 2 times. And again ഒരാളും കൂടെ ഉണ്ട്, അതാരാണ്? I ആണ് അല്ലേ? I is repeating for how many times? I is repeating for again 2 times. Okay. ഇത്രയും പേരാണ് റെപ്പറ്റീഷനിൽ വരുന്നത്, വേറെ ആരും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ എല്ലാം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. സോ ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അസാസിനേഷൻ? ആൻഡ് ഹിയർ വി നീഡ് ടു, ഓക്കെ 12 ലെറ്റേഴ്സ് ഉണ്ട്, സോ 12 ഫാക്ടോറിയൽ വേസ് യു ക്യാൻ അറേഞ്ച്. പക്ഷേ ഇവിടെ ഇവരെ എല്ലാം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം. സോ A is repeating 3 times, S is repeating 3 times, N is repeating 2 times, I is repeating 2 times. So 12 factorial divided by 3 factorial into 3 factorial into 2 factorial. Sorry, 3 factorial into 2 factorial, like into again then e 2 factorial and kuda. Appo first 3 factorial A represent ചെയ്യുന്നു, then next 3 factorial it is for S, then 2 factorial it is for N, and final 2 factorial it is for I. So the answer is 2 factorial divided by 3 factorial into 3 factorial into 2 factorial into 2 factorial. It is always ചെയ്യുമ്പോൾ we will get how the number of ways we can arrange the letters of the word assassination. Okay, so വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത് അല്ലെ. ഇനി ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ വേണ്ട, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2021 ചോദിച്ചതാ. ഹൗ മെനി ഡിഫറെന്റ് 5 letter വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ യൂസിംഗ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഡൽഹി അല്ലെ? DELHI. How many ways you can play? DELHI. 1, 2, 3, 4. How many ways? How many different 5 letter words with or without meaning can be constructed using the letters of the word Delhi, so that each word had to start with D and end with I? ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ ആ അറേഞ്ച്മെന്റിൽ ഒരു ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ബിക്കോസ് ദി വേർഡ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് അല്ലെ, അതായത് 5 letter വേർഡ് തന്നെയാണ്, അതായത് മൊത്തം വേർഡ്സ് മൊത്തം ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് അതിനർത്ഥം അല്ലെ. അതായത് ഡൽഹി എന്ന് പറയുന്ന വാക്കിനകത്ത് 5 letters ഉണ്ട്, ആൻഡ് വി നീഡ് ടു മേക്ക് 5 letter വേർഡ്. ദാറ്റ് മീൻസ് വി നീഡ് ടു യൂസ് ഓൾ ദി 5 letters ഓഫ് ദി വേർഡ് ഡൽഹി. പക്ഷെ അതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഡി ആൻഡ് എൻഡ് വിത്ത് ഐ. ഇങ്ങനെയുള്ള ചോദ്യം, ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. പെർമ്യൂട്ടേഷനിലെ സ്പെഷ്യൽ കേസിലെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ചോദ്യമാണിത്. ഇനി ഇതിന് ശേഷം വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതായത് വോവൽസ് ആർ അറേഞ്ച് ടുഗെദർ, consonants are arranged together, okay, and D and I coming in the extreme positions. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ അധികം ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇത് ആദ്യം ഡിസ്കസ് ചെയ്യാം. UPSC ചോദിച്ച ചോദ്യം. So here we know that ഡിയും ഐയും ഈ പറയുന്ന പോലെ ഫിക്സ്ഡ് ആണ്. അതായത് ഈ പൊസിഷൻസിൽ ഡിയും ഐയും ഫിക്സ്ഡ് ആണ്. അതായത് ഡൽഹി എന്ന് പറയുന്ന വാക്കിൽ നിന്നും 5 letter വേർഡ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത്. And they already said that the position of D and I are fixed. അതായത് the word should start with D and it should end with I. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിയും ഐയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ബാക്കി 3 letters ഉണ്ട്. ഈ 3 letters ഈ 3 പൊസിഷനിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. സോ 3 letters 3 position. How many ways you can arrange? 3 factorial ways you can arrange. Right? Yes. So the answer is 1 into 2 into 3, which is equal to 6. Option D will be the answer. Okay. So വളരെ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മീൻസ് അതായത് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വെച്ചോ, ഹൗ മെനി വേസ്, ഹൗ മെനി 5 letter വേർഡ്സ് with or without meaning can be constructed by using the letters of the word Delhi if D comes in the second position. D comes in the second position. If D comes in the second position and I comes in the 5th position. നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുകയാണ് how many ways you can arrange the letters of the word Delhi when D comes in the second position and I comes in the 5th position. Right? അതെങ്ങനെയാണ് ചെയ്യുന്നത്? Again, നിങ്ങൾ ആദ്യം ആ 5 പൊസിഷൻ അങ്ങ് വരയ്ക്കുക. 1, 2, 3, 4, 5 letter വേർഡ് അല്ലേ എഴുതുന്നത്. സോ ഡി ഈ പറയുന്ന പോലെ സെക്കൻഡ് പൊസിഷനിൽ ഫിക്സ് ചെയ്തു, ഐ ഈ പറയുന്ന പോലെ 5th പൊസിഷനിൽ ഫിക്സ് ചെയ്തു. ഇനി ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ELH. സോ വി നീഡ് ടു അറേഞ്ച് ദിസ് 3 letters in this 3 positions അല്ലേ. അപ്പോൾ 3 letters ഉണ്ട്, 3 പൊസിഷൻസ് ഉണ്ട്. സോ ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? Again 3 letters 3 positions. അപ്പോൾ 3 factorial ways അല്ലേ.
അതായത് എന്നിന്റെ വാല്യൂം 3, ആറിന്റെ വാല്യൂം 3. സോ 3p3 ഇറ്റ് ബിക്കംസ് 3 ഫാക്ടോറിയൽ. അഗൈൻ ഇതിന്റെ ആൻസറും 6 തന്നെ അല്ലെ? വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഓൾറൈറ്റ്. സോ ഇങ്ങനെ ഇങ്ങനെയാണ് UPSC വെറൈറ്റി ആയിട്ട് ഈ പെർമ്യൂട്ടേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ പെർമ്യൂട്ടേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. Each digit is odd and the number is divisible by 5. Okay. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. How many 3-digit natural numbers are there such that each digit is odd and the number is divisible by 5? ഈ ഒരു ചോദ്യം ചെയ്ത് നമുക്ക് തൽക്കാലം ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് മീൻസ് ടുമോറോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണിത്. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. How many 3-digit natural numbers without repetition of digits are there such that each digit is odd and number is divisible by 5? ഓക്കെ, അപ്പൊ ഇവിടെ വിത്തൗട്ട് റെപ്പറ്റീഷൻ എന്നുള്ളത് നിങ്ങൾ നേരത്തെ ഡൽഹിയുടെ കേസിലും കണ്ട് അവിടെ വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആയിരുന്നു. ഇവിടെ വിത്തൗട്ട് റെപ്പറ്റീഷൻ ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ റെപ്പറ്റീഷൻ വരുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ ചോദ്യത്തിലേക്ക് നോക്കുക. How many 3-digit natural numbers are there such that each digit is odd and the number is divisible by 5? അപ്പോൾ നിങ്ങൾ ഒരു 3-digit നാച്ചുറൽ നമ്പർ ബിൽഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈച്ച് ഡിജിറ്റ് ഈസ് ഓഡ്. ഇതിലുള്ള ഓരോ ഡിജിറ്റും ഓഡ് ആണ്. ഓക്കെ, ഓരോ ഡിജിറ്റും എന്താണ്? ഓഡ് ആണ്. ആൻഡ് ദി നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഈ പറയുന്ന പോലെ നമ്പർ സിസ്റ്റത്തിന്റെ ആ ഒരു അരിത്തമാറ്റിക് സൈഡ് ബാക്കിയുള്ള ടോപ്പിക്സിൽ ചോദിച്ചു വരുന്നത്. മെയിൻലി പെർമ്യൂട്ടേഷൻസിനകത്ത് കോമ്പിനേഷൻ. അവർ പറഞ്ഞിരിക്കുകയാണ് ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. അപ്പോൾ നമുക്കറിയാം 5ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എയ്തർ ദ നമ്പർ ഷുഡ് എൻഡ് വിത്ത് 0 ഓർ 5 അല്ലെ? ഒന്നേ 0 എൻഡ് ചെയ്യുക അല്ലെങ്കിൽ 5 എൻഡ് ചെയ്യുക. അപ്പോൾ അതാണ് 5ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദ നമ്പർ ഷുഡ് എൻഡ് വിത്ത് എയ്തർ 0 ഓർ 5. പക്ഷെ ഇവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈച്ച് ഡിജിറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. അതായത് ഇതിൽ ഓരോ ഡിജിറ്റും ഓഡ് നമ്പർ ആണ് അല്ലെ? അപ്പൊ ആരൊക്കെയാണ് ഓഡ് നമ്പർ വരുന്നത്? സിംഗിൾ ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9. ഇവര് 3 പേരും അല്ലേ സിംഗിൾ ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ് വരുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു 3-digit നമ്പർ ഫോം ചെയ്യാൻ. ആ നമ്പർ എന്ന് പറയുന്നത് 5 ആയിട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ആ നമ്പേഴ്സിന്റെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ ആര് വരണം? 5 വരണം അല്ലെ? അപ്പോ ഇവർ പറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് റെപ്പറ്റീഷൻ വരാൻ പാടില്ല. അപ്പൊ 5 നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും 5 വരാൻ അല്ലെ? ഈ രണ്ട് പൊസിഷൻസിൽ 5 വരാൻ പാടില്ല. സോ 5 നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. ബാക്കി ഇനി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1, 2, 3, 4. ബാക്കി 4 ഡിജിറ്റ് നമ്മൾ ഈ രണ്ട് പൊസിഷൻസിലേക്ക് അറേഞ്ച് ചെയ്യണം. സോ എന്നിന്റെ വാല്യൂ 4 ആൻഡ് ആറിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 2. സോ 4 ഡിജിറ്റ് ഈ രണ്ട് പൊസിഷൻസിലേക്ക് അറേഞ്ച് ചെയ്യും. ഹൗ മെനി വേസ് യു ക്യാൻ അറേഞ്ച്? 4p2 വേസ് യു ക്യാൻ അറേഞ്ച്. 4p2 ഷോർട്ട് കട്ട് യൂസ് ചെയ്യും. 4 into 3 അല്ലേ? സോ ആൻസർ ഈസ് 12. കണ്ടോ? 12. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തില്ലേ ഇതുവരെ പഠിച്ച പെർമ്യൂട്ടേഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇത് നമുക്ക് നാളെ ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇതും അത്യാവശ്യം നല്ല ചോദ്യമാണ്. അപ്പോ എങ്ങനെയാണ് 4 വന്നതെന്നൊന്ന് പറയുമോ? ഓക്കെ, 4 വന്ന എങ്ങനെയാ നോക്കിക്കേ. എങ്ങനെയാ ഇവിടെ 4 വന്നത്? അതായത് നമുക്കറിയാം മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? മൊത്തം 5 ഡിജിറ്റ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് വർഷ? ആണോ അല്ലയോ? 5 ഡിജിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് 1, 3, 5, 7, 9 എന്നീ പറയുന്ന 5 ഡിജിറ്റ്സ് യൂസ് ചെയ്ത് വേണം നമ്മൾ 3-digit നമ്പർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതില് അവർ പറഞ്ഞിട്ടുണ്ട് ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 5. അപ്പൊ ഡിവിസിബിൾ ബൈ 5ന്റെ ഡിവിസിബിലിറ്റി കണ്ടീഷൻ എന്താ? എയ്തർ ദ നമ്പർ ഷുഡ് എൻഡ് വിത്ത് 0 ഓർ 5. പക്ഷെ ഒരിക്കലും 0 വരത്തില്ല. കാരണം എന്താ? വി നീഡ് ടു യൂസ് ആൻ ഓഡ് ഡിജിറ്റ്. ഒരു ഓഡ് ഡിജിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റ് 5 ആണ് അല്ലെ? ഓഡ് നമ്പേഴ്സിൽ നിന്ന് നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 5 ആണ് ഇൻ ഓർഡർ ടു മേക്ക് ദിസ് 3-digit നമ്പർ ഡിവിസിബിൾ ബൈ 5. അപ്പൊ 5 നമ്മൾ ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തു. വൺസ് 5 പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ നമ്പരും ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതായത് 5 യൂണിറ്റ് പ്ലേസിൽ വന്നാൽ പിന്നെ 5 എങ്ങും വരാൻ പാടില്ല. അതായത്
555 ഇതൊരു ഓഡ് ഡിജിറ്റ് മാത്രമുള്ള ഒരു നമ്പറാണ്. പക്ഷെ 5 is repeating 2 times അല്ലെ? അതേപോലെ 225 അല്ലെ? ഇതും ഒരു ഓഡ് നമ്പറാണ്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5, പക്ഷെ 2 is repeating 2 times. അപ്പോൾ ഇങ്ങനൊന്നും വരാൻ പാടില്ല. നമ്മൾക്ക് വരേണ്ട നമ്പർ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 135 ഇത് വരാൻ പറ്റും. ബിക്കോസ് ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ അല്ലെ? അതായത് വേറെ വേറെയാണ്. അപ്പോൾ ഇങ്ങനെ വരാൻ പാടുള്ളൂ. അതായത് ഓരോ ഡിജിറ്റ്സും വേറെ വേറെ ആയിരിക്കണം. അപ്പോൾ 5നെ നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 പൊസിഷൻസിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് എത്രയാണ്? 1379. അതായത് ചുരുക്കം പറഞ്ഞ 4 ഡിജിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് n-ന്റെ വാല്യൂ 4 അല്ലെ? അപ്പൊ ഈ 4 ഡിജിറ്റ്സ് നമ്മൾ ഏത് പൊസിഷൻസിലോട്ടാ വേണ്ട? യൂണിറ്റ് പ്ലേസിൽ 5 എന്തായാലും വേണം. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ 2 പൊസിഷനാണ്, അതായത് 10s-ഉം 100s-ഉം. അപ്പോൾ ആ 2 പൊസിഷനിലേക്ക് 4 ഡിജിറ്റ്സിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ 4 P2 ways we can arrange. So the answer is 12. Okay, വർഷ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന പോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ശരിക്കും നമുക്ക് റീസണിങ്ങും ടോപ്പിക്കും കൂടെ ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഈ പറയുന്ന വർക്ക്ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം റീസണിങ്, ബിക്കോസ് ദിസ് കൈൻഡ് ഓഫ് ടോപ്പിക് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Okay, dears. So, hope this session was fruitful to you. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആ ഡിവിസിബിലിറ്റി കണ്ടീഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് തന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. റെക്കോർഡിംഗ് അവൈലബിൾ ആണോ? ആക്ച്വലി അത് സ്ഥാപനമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ചോദിച്ചാൽ മതി ആ കോൺടാക്ട് നമ്പറിൽ. Okay, dears. Thank you. Thanks a lot. Thanks for your cooperation. Okay, bye. Good night.